Hello, good afternoon. Good afternoon. Yes. നമ്മുടെ ക്ലാസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മിസ്സായി പോകുന്നു പല അവധികൾ കൊണ്ട്. അപ്പോ എന്താ പറയാ, ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ നമുക്ക് കിട്ടുന്ന സമയത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കയറിയതാണ്. ഓക്കെ, നമുക്കൊരു ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗം കൂടിയൊക്കെ എടുക്കാനുണ്ട്. അപ്പൊ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ചില ക്ലാസ്സുകളുടെ ചിലപ്പോ ലാസ്റ്റ് ഹാഫ് ആൻ അവർ ആയിരിക്കാം, അല്ലെങ്കിൽ 1 അവർ ആയിരിക്കാം. അപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കയറും. ഒന്ന് നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ചാപ്റ്റർ ആണ്. അതായത് നമുക്ക് എടുക്കാനുള്ളതിൽ ലാസ്റ്റ് ചാപ്റ്റർ ആണ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. നിങ്ങൾക്ക് ഇന്ന് നമ്മൾ എടുക്കുന്നത് എവിടെ വരെയാണോ അവിടെ വരെയായിരിക്കും ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മൾ അങ്ങനെയാണ്, മോഡൽ എക്സാം ആണല്ലോ. അപ്പൊ മോഡലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ഇന്ന് എവിടെ വരെ എടുക്കുന്നോ അതുവരെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ആ ഒരു പോർഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക. അത് സെപ്പറേറ്റ്ലി നിങ്ങൾക്ക് ഒരു ഇൻഫോർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് ടൈം ടേബിൾ തന്നിട്ടുണ്ട്. ശരിയല്ലേ? ശരിയാണോ? കൺഫ്യൂഷൻസ് ഉണ്ടോ? ടൈം ടേബിൾ കിട്ടിയപ്പോ എനി കൺഫ്യൂഷൻ ഓർ എനി ഡൗട്ട്? ഇല്ലല്ലോ. തേർഡ് ഫോർത്ത് മൊഡ്യൂൾസ് സെപ്പറേറ്റ് നമുക്കൊരു മോഡൽ എക്സാം വിതിൻ ടൈം, ഒരു ടൈം ഡ്യൂറേഷനിൽ നടക്കുന്നുണ്ട്. കുറച്ച് അവധികളൊക്കെ കുറച്ചധികം ഒക്കെ ഈ വർഷം നമുക്ക് വന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോ കുറച്ച് ക്ലാസ്സസ് ഒക്കെ ഒരു 3-4-5 ക്ലാസ് ഒക്കെ മിസ്സായിരുന്നു. 5 ക്ലാസ് ഒക്കെ മിസ്സാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഒരു 10 മണിക്കൂറിന്റെ ക്ലാസ്സുകളാണ് പോയെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ നമുക്കത് ആ ഒരു ടൈമിൽ കംപ്ലീറ്റ് ചെയ്തില്ല എങ്കിലും എക്സാം ഷുഡ് ബി കണ്ടക്ടഡ്. അതുകൊണ്ട് തന്നെ എക്സാം നടക്കും. അപ്പൊ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് അവിടെ ടൈം ടേബിളിൽ അങ്ങനെ വ്യക്തമായി പറഞ്ഞിരുന്നു ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് എന്താ പറയാ, അങ്ങനെ ചില എക്സ്ക്ലൂഷൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് ഭാഗമുണ്ട്. എടുത്ത അത്രയും വരെ എന്നാണ് അവിടെ സൂചിപ്പിച്ചേക്കുന്നത്. അങ്ങനെയല്ലേ? ഫോർത്ത് മൊഡ്യൂളിലാണ്. തേർഡ് മൊഡ്യൂളിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ബിക്കോസ് തേർഡ് മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്റേഴ്സും ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. ഫോർത്ത് മൊഡ്യൂളിൽ നിന്ന് 1, 9, 5 അങ്ങനെയാണെന്ന് തോന്നുന്നു. 1, 5, 9 ആണോ? ടേബിളോ അങ്ങനത്തെ സാധനമൊക്കെ ഗ്രൂപ്പില് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളത് നോക്കിയായിരുന്നോ? ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ അതിന് എടുക്കുന്ന ഭാഗം വരെ, ദാറ്റ് മീൻസ് 11th വരെ, നമ്മൾ 11ാം തീയതി എടുത്തു നിർത്തുന്നത് വരെയാണ്. അപ്പൊ ആർക്കെങ്കിലും ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മെൻഷൻ ചെയ്യുന്നതാണ്. ഓക്കെ, ആ ചാപ്റ്റേഴ്സിൽ നിന്ന് മാത്രമേ അങ്ങനെ ഒരു കൺസിഡറേഷൻ ഉള്ളൂ എടുക്കുന്ന പോർഷൻസ് വരെ. ദാറ്റ് മീൻസ് ഒരു ആഴ്ചത്തെ ക്ലാസ് കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ബാക്കിയുള്ള പോർഷൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തരും. എക്സാം കഴിഞ്ഞതുകൊണ്ട് ആ ബാക്കിയുള്ള പോർഷൻ ടീച്ചർമാരും എടുക്കൂലേ? അങ്ങനെ സംശയമൊന്നുമില്ല. ഓക്കെ, അന്ന് തന്നെ നിങ്ങൾക്ക് എക്സാമിന്റെ മുന്നേ ഓൾറെഡി ക്ലാസ് തിങ്കളും ചൊവ്വയാണ് നിങ്ങളുടെ എക്സാം വരണമെങ്കിൽ നമുക്ക് ക്ലാസ്സും ഉണ്ട്. After the exam, there will be classes. Okay, as usual, 1:30 classes ഉണ്ടായിരിക്കും. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്തിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഓക്കെ, നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസിൽ എവിടെ വരെ എടുത്തോളൂ? നമുക്ക് ഐ തിങ്ക് ഡിസീസസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ് അവിടെ വരെ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് എന്റെ ഒരു വിശ്വാസം. ആണോ? എങ്കിൽ വേഗം ഒന്ന് പറയൂ, യെസ് ഓർ നോ. വേഗം പറഞ്ഞാൽ എനിക്ക് വേഗം തുടങ്ങാം. നിങ്ങൾ കൂടി അത് പറയണം, എന്നാലേ എനിക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ആണോ? അതല്ല എനിക്ക് വേറെ സ്ഥലത്താണോ? പറഞ്ഞോ, എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞോ. അത് ഞാനൊരു അവിടെയല്ലേ? ഓക്കെ, നിവേദ്യ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ദാറ്റ് മീൻസ് ഐ ഹാവ് ടു ടേക്ക് ഫ്രം ദ പോർഷൻ ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് ഏതൊക്കെ രീതിയിലുണ്ട് എന്നുള്ളതാണ് എടുക്കാനുള്ള പോർഷൻ. കറക്റ്റ് ആണോ? ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് പറയോ? നിവേദ്യ ഓൾറെഡി പറഞ്ഞു അവിടെ നിന്നാണ് എടുക്കാനുള്ളതെന്ന്. ബാക്കി എനിബഡി? ബെനിഫിറ്റ് വരെ എടുത്തിട്ടുള്ളതാ? അപ്പൊ ഇവിടുന്ന് വഴി എടുക്കണം. ഓക്കെ, ഇൻകം ബെനിഫിറ്റ് വരെ എടുത്തിട്ടുള്ള ഐ മീൻ അപ്പൊ IRDA തുടങ്ങി എടുക്കണം. നിവേദ്യ യെസ്. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ചത് ഇവിടം വരിക. ഞാൻ ഡിസീസസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ നമുക്ക് ഇവിടെ തുടങ്ങിയെടുക്കാം. അപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനം നമ്മൾ പഠിച്ചു നിർത്തിയത് ഏതൊക്കെ എക്സ്പെൻസുകളാണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിനകത്ത് വരിക. കവറേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ പരിധിയിൽ. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്ന ചില എക്സ്പെൻസുകൾ ഏതൊക്കെ രീതിയിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം ഉണ്ടാകുന്ന ചെലവുകൾ. പ്രീ ഹോസ്പിറ്റലൈസേഷൻ, അഡ്മിറ്റ് ചെയ്യുന്നതിന്
മുമ്പുള്ള കുറെ ചെലവുകൾ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ അതിന്റെ ഡിസ്ചാർജിന് ശേഷം വരുന്ന ചില ചെലവുകളുണ്ട്. പിന്നെ എന്താ പറയാ, ആംബുലൻസ് ചാർജസ്. ചിലപ്പോ ഇഫ് യു മേക്ക് യൂസ് ഓഫ് ദ ആംബുലൻസ് ഫോർ ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫറിംഗ് ദ പേഷ്യന്റ് ഫ്രം ദ ആക്സിഡന്റ് പ്ലേസ് ഓർ ഫ്രം ദ ഹൗസ് ടു ദ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിനെ ഏതെങ്കിലും അപകട സ്ഥലത്തു നിന്നോ അല്ലെങ്കിൽ വീടുകളിൽ നിന്നോ ഒക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസിന് വേണ്ടിയിട്ടുള്ള ചാർജസ്. ആംബുലൻസിന് ഒരു ചാർജ് ഹോസ്പിറ്റലിൽ ഈടാക്കുന്നുണ്ട്. ആ ചാർജസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ്. പിന്നെ ഡേ കെയർ ട്രീറ്റ്മെന്റ് പറഞ്ഞു, ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്, ഡെയിലി ഉണ്ടാകുന്ന എക്സ്പെൻസുകളുടെ അതിന്റെ എന്താ പറയാ ഒരു ലംസം എമൗണ്ട്, ഒറ്റ തുകയായിട്ട് ഓരോ ദിവസവും ഉണ്ടാകുന്ന എക്സ്പെൻസ് എന്ത് ചെയ്തു നോക്കുന്നു, അത് അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പേയ്മെന്റ് നടത്തുന്നു. ഇൻകം ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഇൻഷുറൻസ് കവറേജ് എന്താ പറയാ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻകം ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ദർ ഈസ് എനി ലോസ് ഓഫ് ഇൻകം ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് വർക്ക് or due to the lost income of that particular family, ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ഒരാള് ആളുടെ വരുമാന നഷ്ടം ആ ഫാമിലിയെ വളരെയധികം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചില ആ ഫാമിലീസിനെ ചില എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. ഇൻഷുറൻസിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ എമൗണ്ട് അല്ലെങ്കിൽ ഒരു തുക കൊടുക്കുന്നുണ്ട്. എല്ലാ ഇൻഷുറൻസും അല്ല, അഡ്വാൻസ്ഡ് ഇൻഷുറൻസുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ എല്ലാ ഇൻഷുറൻസിനും എനിക്കിപ്പോ ജോലി ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല, ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, അപ്പൊ എനിക്ക് എന്റെ ഫാമിലിക്ക് അത്രയും ദിവസം ഞങ്ങൾ ജോലിക്ക് പോകാത്തത് കൊണ്ട് എന്റെ വീട്ടിൽ വരുമാന മാർഗമില്ല, അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു തുക ഇൻഷുറൻസ് കമ്പനി തരാമെന്ന് പറഞ്ഞ് എല്ലാ ഇൻഷുറൻസിനും നമ്മൾക്ക് ചോദിക്കാൻ പറ്റില്ല. ചില അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എക്സ്പെൻസസ് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന ഹെഡിങ്ങിൽ പഠിച്ചത്. 7 തരം എക്സ്പെൻസാ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? ഇൻ ഹോസ്പിറ്റലൈസേഷൻ, പിന്നെന്താണ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, പ്രീ ഹോസ്പിറ്റലൈസേഷൻ, ആംബുലൻസ് ചാർജസ്, day care treatment, day-to-day hospital cash and income benefit. Now we are going to study which are the expenses not or medical treatment not covered under health insurance. Health insurance in the coverage in the പരിധിയിൽ വരാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു IRDAI ആണ് കേട്ടോ. അത് ഇൻഷുറൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന, ഇൻഷുറൻസ് ആക്ടിവിറ്റീസിനെ നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഇതാണ് നമ്മുടെ അതോറിറ്റിയാണ് ഇതെന്ന് പറയുന്നത് IRDAI. അതിന്റെ ഫുൾ ഫോം മറക്കണ്ട, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ കുറച്ച് ഡിസീസസ് അല്ലെങ്കിൽ ചില മെഡിക്കൽ ട്രീറ്റ്മെന്റുകളെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? വിച്ച് ആർ നോട്ട് കവറിംഗ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിൽ വരില്ല എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കുറച്ച് എക്സ്പെൻസുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഡിസീസസ് ഉണ്ട്. ഏതൊക്കെയാണ് എന്നാണ് ഇനി നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത്. IRDAI അണ്ടർലൈൻ ചെയ്തേക്ക്, അതിന്റെ ഫുൾ ഫോം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, കോസ്മെറ്റിക് സർജറി. നമ്മൾ ഇതുപോലെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്ന സാധനം? കേട്ടിട്ടുണ്ടോ? ഹലോ ഹലോ, എല്ലാവർക്കും ഇല്ല അവിടെ? കോസ്മെറ്റിക് സർജറി എവിടെ കേട്ടു? എവിടെ കേട്ടിട്ടുണ്ട്? വേഗം വേഗം പറ. നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. എവിടെയും കേട്ടിരിക്കുന്നത് കോസ്മെറ്റിക് സർജറിന്ന് എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ടതാണോ? നമ്മളുടെ ഈ പഠിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും കേട്ടോന്നാണ് എന്റെ ചോദ്യം. കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും, മിക്കവാറും ഒരുപാട് പേരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും കോസ്മെറ്റിക് സർജറീസ് നടത്തുന്നത്. എന്തിനാണ് നമ്മൾ പഠിച്ചേക്കുന്നത്? നമ്മളുടെ എന്താ പറയാ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്ന്. പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ 2 ആയിട്ടുള്ള സർജറീസ് ആണ്. സർജറിയിലൂടെ ചില കറക്ഷൻസ് വരുത്തുന്നതാണ്. സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. 2 രീതിയിലുണ്ട്. ഒന്ന് റീകൺസ്ട്രക്റ്റീവും, ഒന്ന് എന്താണ് കോസ്മെറ്റിക് സർജറി. റീകൺസ്ട്രക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾക്ക് ജന്മനായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഫിസിക്കൽ, നമ്മുടെ അപ്പിയറൻസിൽ, നമ്മുടെ ശാരീരികമായിട്ടുള്ള ചില ഘടനകളിൽ ചില മാറ്റങ്ങൾ വരും. ചില ആക്സിഡന്റ് നടക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ജന്മന ചില ആൾക്കാർക്ക് ഇപ്പൊ കഴുത്തൊക്കെ ഒരു വശത്തേക്ക് ഇങ്ങനെ ആയിരിക്കുക, അല്ലെങ്കിൽ വലിയ ആക്സിഡന്റ് ഒക്കെ പറ്റി മുഖത്ത് മുഴുവനും വലിയ ഇഞ്ചുറീസ് വരിക. അങ്ങനെയൊക്കെ വരുമ്പോ അതിന്റെ എല്ലുകൾക്ക് അല്ലെ താടിയെല്ലാം കണ്ട് തകരുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ സർജറീസ് ആവശ്യമുണ്ട്. അതൊരു കറക്റ്റിംഗ് ഒരു സർജറിയാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് അങ്ങനെ ഉണ്ടാകാതകൾ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുക, അത് തിരുത്തുന്നതാണ്, ശരിയാക്കുന്നതാണ്. ഓക്കെ, അതിനെ നമ്മൾ എന്ത് വിളിക്കും? റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് വിളിക്കും. അടുത്ത നമുക്കിവിടെ പറയുന്നത് എന്താ? റീകൺസ്ട്രക്റ്റീവ് സർജറിക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല എന്നല്ല പറയുന്നത്.
കോസ്മെറ്റിക് സർജറിക്ക് ഇൻഷുറൻസ് കവറേജ് ഇല്ല. സോ വാട്ട് ഈസ് കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത്? ദ സർജറി വിച്ച് ഈസ് ഗിവൺ ഫോർ ദ എൻഹാൻസ്മെന്റ് ഓഫ് അവർ അപ്പിയറൻസ്. നമ്മളുടെ എന്താ പറയാ, നമ്മുടെ അപ്പിയറൻസ്, നമ്മളുടെ പ്രത്യക്ഷത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങള്, ആ ഫീച്ചേഴ്സ് ഒക്കെ ഒന്നുകൂടി എന്താ പറയുക ഇംപ്രൂവ്ഡ് ആക്കുക, എൻഹാൻസ് ചെയ്യുക, ഭംഗി കൂട്ടുക, അതന്നെ അതാണ് ഉദ്ദേശിക്കുന്നത്. സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സർജറിയാണ് ഇത്. എന്തില്ല? ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയുടെ കീഴിൽ വരില്ല. ഇതിന് എന്ത് കിട്ടുന്നില്ല? ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല കോസ്മെറ്റിക് സർജറിക്ക്. ഓക്കെ, കോസ്മെറ്റിക് സർജറി നമുക്ക് വളരെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. സോ ഒരു അഡീഷണൽ ചെലവാണ് ശരിക്കും പറഞ്ഞത്, അല്ലെ? നമുക്ക് രോഗം വരുമ്പോൾ ചികിത്സിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് വരുമ്പോൾ ചികിത്സിക്കുന്നു, അതുപോലെയാണ്. അല്ല, ഇത് ആവശ്യമില്ലാത്ത കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദൈവികമായി കിട്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ബൈബർക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ സൗന്ദര്യത്തെ മാറ്റി കുറച്ച് വേറെ രീതിയിലേക്ക് ആക്കാൻ വേണ്ടി ചില ആളുകൾ ചെയ്യുന്നതാണ്. ചില ആളുകൾക്ക് അതൊരു പ്രൊഫഷന്റെ ഭാഗമാണ്, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആ ഒരു എന്താ പറയാ ബോഡി ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് പോകണമെന്നൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫിലിം സ്റ്റാർസ്, അല്ലെ, ആക്ടേഴ്സും ആക്ട്രസസും ഒക്കെ അവർക്കത് ആവശ്യമാണ്. കാരണം അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് നന്നായി നല്ല രീതിയിൽ കൊണ്ടുപോയാൽ അവർക്ക് ആ ഫീൽഡിൽ ഒരുപാട് നാളൊക്കെ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. സോ അത് അവരൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള പക്ഷേ കോസ്മെറ്റിക് സർജറീസ് ഒന്നും തന്നെ എന്തില്ല? ഹെൽത്ത് ഇൻഷുറൻസ് കവറേജിൽ വരുന്നതല്ല. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്. എന്താണ് IVF ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? ഇൻ വെട്രോ ഫെർട്ടിലൈസേഷൻ ആണ്. അതായത് കൃത്രിമ ഗർഭധാരണത്തിന് വേണ്ടിയിട്ട് വരുന്ന ചെലവുകൾ. ഇനി അത് ചിലപ്പോഴൊക്കെ ഞാൻ വീണ്ടും പറയാം, ചില സാഹചര്യത്തിനനുസരിച്ച് ഇൻഷുറൻസിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ മാത്രമല്ല ചില ഇൻഷുറൻസ് കമ്പനികൾ ചിലവ് കൊടുക്കുന്നതായിരിക്കാം. എല്ലാത്തിലും അതിൻ്റെതായ എക്സ്ക്ലൂഷൻസും ലിമിറ്റേഷൻസും ഉണ്ടെന്നുള്ള അസംഷൻ നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരുത്തും. മാത്രമല്ല ഒരു ഇൻഷുറൻസ് കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കില്ല മറ്റൊരു ഇൻഷുറൻസ് പദ്ധതി കൊടുക്കുക. അപ്പൊ അക്കോർഡിംഗ് ടു ദ പ്ലാൻസ് ഓൾസോ, ഇൻഷുറൻസ് പ്ലാൻസ് ഓൾസോ ഇറ്റ് ഡീവിയേറ്റ്സ് ഓർ ഇറ്റ് ഓൾസോ വേരിയേറ്റ്സ്. ഇത് വേരിയേഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, എന്നാൽ ഇവിടെ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ IVF നമ്മുടെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, കൃത്രിമമായ ഗർഭധാരണം, അതുപോലെ തന്നെ എന്താ പറയാ ഭ്രൂണശാസ്ത്രത്തിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല? ഇൻഷുറൻസിന്റെ പരിധിയിൽ വരുന്നില്ല എന്നാണ്. Then next one is pregnancy and abortion. അത് പ്രഗ്നന്റ് ആകുന്നതുമായി ബന്ധപ്പെട്ട് പ്രഗ്നൻസിയിൽ വരുന്ന ചെലവുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. കുട്ടി ഉണ്ടാകുന്നത് വരെ, പിന്നെ അബോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ചെലവുകൾ. വീണ്ടും പറയാണ്, ചില ഇൻഷുറൻസ് പ്ലാൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രഗ്നൻസിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്, കവറേജ് കൊടുക്കുന്നുണ്ട്, അല്ലെ? ചില എമൗണ്ട് എന്താ പറയാ ചില ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റിന് അവർക്ക് ഇൻഷുറൻസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ചിലതിനാണ്, എല്ലാത്തിനുമല്ല. എന്നാലും വീണ്ടും വീണ്ടും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ചില എക്സ്ക്ലൂഷൻസും ചില ലിമിറ്റേഷൻസും ഓരോ ഇൻഷുറൻസ് പദ്ധതികൾക്കും വേരിയേഷൻ ഉണ്ട്, മാറ്റമുണ്ട്. അതനുസരിച്ചിട്ടാണ് അവര് കൊടുക്കുന്നത്. Pregnancy and abortion is not enlisted in the coverage of health insurance. Health insurance is പരിധിയിൽ വരുന്നതല്ല. Then the miscellaneous charges. Miscellaneous charges എന്ന് പറഞ്ഞാൽ എന്താ? മറ്റ് പല ചെലവുകളും. അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തരാം. ബാക്കിയൊന്നും എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. വേർഡ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കോസ്മെറ്റിക് സർജറി മനസ്സിലായി, IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് മനസ്സിലായി, പ്രഗ്നൻസി ആൻഡ് അബോർഷൻ എന്ന് പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. മിസ്ലേനിയസ് ചാർജസ് എന്ന് പറഞ്ഞാൽ മറ്റു പല ചെലവുകൾ, അതും ഹെൽത്ത് ഇൻഷുറൻസിന്റെ പരിധിയിൽ വരാത്ത മറ്റു പല ചെലവുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? രജിസ്ട്രേഷൻ ഫീസ്, അഡ്മിഷൻ ഫീസ്, സർവീസ് ചാർജസ് വിച്ച് ഈസ് കണക്റ്റഡ് വിത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ്. അതായത് നമ്മളുടെ എന്താ പറയാ ഒരു ആൾക്ക് എന്തെങ്കിലും രോഗം വന്നു, അപ്പൊ നേരത്തെ മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തിട്ട് പോകുന്നിരിക്കുകയാണ്, അഡ്വാൻസ് ആയിട്ട് അഡ്മിഷൻ എടുത്തിരിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ ചിലപ്പോൾ ചില ഹോസ്പിറ്റൽസിന്റെ ആ ഒരു ഇതനുസരിച്ച് ഡിമാൻഡ് അനുസരിച്ചിട്ട് അഡ്മിഷൻ ചാർജസ് ഒക്കെ ചിലപ്പോൾ ഹെവി ആയിരിക്കാം. ഭയങ്കര കൂടുതൽ ചാർജ് ഒക്കെ മേടിക്കുന്ന ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ചാർജസ് അത്രയും വലിയ പൈസ കൊടുത്തിട്ട് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പൊ അത്രയും വലിയ എമൗണ്ട് കൊടുത്ത് ബുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ആവറേജ് പീപ്പിളിന് പറ്റുന്നതല്ല. അതിനുള്ള വകവൊക്കെയുണ്ട്. സോ അങ്ങനത്തെ ചെലവുകളൊന്നും എന്തിൽ പെട്ടുന്നില്ല? നമ്മളുടെ ഇൻഷുറൻസ് കവറേജിൽ വരുന്നില്ല. അതെടുത്ത് പഠിക്കേണ്ടതാണ്. എന്തൊക്കെ മിസ്ലേനിയസ് ചാർജസ് ആണ് നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളത്. ആ സെന്റൻസുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ്? രജിസ്ട്രേഷൻ ചാർജസ്, അഡ്മിഷൻ ഫീസ്, അതർ സർവീസ് ചാർജസ്.
മറ്റെന്തെങ്കിലും സർവീസുകളൊക്കെ നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫീസൊക്കെ എമൗണ്ട് ഒക്കെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഹെൽത്ത് ഇൻഷുറൻസ് കവറേജിൽ വരുന്നതല്ല. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഓരോ പോയിന്റ്സും IRDAI പ്രകാരം ഏതൊക്കെ മെഡിക്കൽ ഓർ ഡിസീസസ് ആർ നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കോസ്മെറ്റിക് സർജറീസ് കൊടുക്കില്ല, അതുപോലെ IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് കിട്ടുന്നില്ല, പ്രഗ്നൻസി ആൻഡ് അബോർഷന് കിട്ടില്ല, മിസ്ലേനിയസ് ചാർജസ് അത് ഏതാണെന്ന് കൂടി അതിനൊപ്പം പഠിച്ചു വെക്കണം. മിസ്ലേനിയസ് ചാർജസ് ലൈക്ക് രജിസ്ട്രേഷൻ ഫീസ്, അഡ്മിഷൻ ഫീസ്, സർവീസ് ചാർജസ്. ഓക്കെ, അത്രയും. പിന്നെയും എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, ഹെൽത്ത് സപ്ലിമെന്റ്. എന്താ ഹെൽത്ത് സപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചില ആളുകളൊക്കെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബോഡി ബിൽഡേഴ്സ് ഒക്കെ അല്ലെ, ശോഷിച്ചിരിക്കുന്നവർ വണ്ണം കൂട്ടാനും വണ്ണമുള്ളവരും വണ്ണം കുറയ്ക്കാനും ഒക്കെ വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ചില എന്താ പറയാ നമുക്കറിയാം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തൊക്കെ പോകുമ്പോൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ അവര് കുറച്ച് ഹെൽത്ത് സപ്ലിമെന്റുകളൊക്കെ നമ്മൾക്ക് പ്രിഫർ ചെയ്യും അല്ലെ, പ്രോട്ടീൻ പൗഡേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില ഷേക്സ് ഒക്കെ. അപ്പൊ ഇതൊന്നും ഇതിനു വേണ്ടി ചെലവാക്കുന്നതൊന്നും ഒരിക്കലും ഇതിൽ വരില്ല, ഇൻഷുറൻസ് കവറേജിൽ വരില്ല. കാരണം എന്താ, അതും നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഏതില് കോസ്മെറ്റിക് സർജറി പറഞ്ഞ പോലെ, അത് നമ്മളുടെ ഉള്ളതിനെ നമ്മൾ ഇത് ആക്കുക, നമ്മൾ കൂടുതൽ കുറച്ചുകൂടി ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന എക്സ്ട്രാ ചാർജസ് ആണ്, ചെലവുകളാണ്. വേറെ എന്തെങ്കിലും ജോലി ചെയ്താൽ മതി അല്ലെ, ഫിസിക്കലായിട്ടുള്ള അധ്വാനമുള്ള എന്തെങ്കിലും ജോലി ചെയ്താൽ പോലെ. പക്ഷെ എന്ത് ചെയ്യുന്നു, ഇത് കൊണ്ടുവരുന്നു. സോ അത് എക്സ്പെൻസീവ് ആണ്. അങ്ങനത്തെ ചില പ്രോട്ടീൻ പൗഡേഴ്സിനൊക്കെ അങ്ങനെയുള്ള ഹെൽത്ത് സപ്ലിമെന്റ്സ് ലൈക്ക് പ്രോട്ടീൻ ഷേക്ക് എക്സ്പെൻസസ് ആർ നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ് എന്നാണ് പറയുന്നത്. ഹെൽത്ത് സപ്ലിമെന്റിന്റെ എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ താഴെയുള്ളത്. അപ്പൊ ആ താഴെയുള്ള ആരോ മാർക്ക് വേണമെങ്കിൽ വെട്ടിയത് ഇന്ത്യ എന്നുള്ള ആരോ മാർക്ക് വിട്ടുക. തൊട്ട് മുകളിലും അതുപോലെ തന്നെ മിസ്ലേനിയസ് ചാർജസിന്റെ താഴെയാണ് അതർ ചാർജസ് എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കണം. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അതർ ചാർജസിന്റെ മുമ്പിലുള്ള ആരോ മാർക്ക് ഒന്ന് വെട്ടിയേക്കുക കേട്ടോ. അതർ ചാർജസ് എന്ന് പറയുന്ന ആരോ മാർക്ക് മാത്രം വെട്ടാണ്. എന്തിനാണെന്നറിയോ, ആ മിസ്ലേനിയസ് ചാർജസിന്റെ എക്സ്പ്ലനേഷൻ ആണ് തൊട്ട് താഴെ അതർ ചാർജസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെൽത്ത് സപ്ലിമെന്റിന്റെ താഴെ ഒരു ആരോ മാർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ആ ആരോ മാർക്ക് ഒന്ന് വെട്ടുക, കാരണം ഹെൽത്ത് സപ്ലിമെന്റിന്റെ എക്സ്പ്ലനേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ, മനസ്സിലായോ? ആ പോയിന്റ് വരെ മനസ്സിലായോ? പെട്ടെന്ന് പറയണമെന്നാണ്, നമുക്ക് കുറച്ച് കവർ ചെയ്യാനുണ്ട്. വീണ്ടും ഇനിയും എക്സ്പെൻസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ് പറയുന്നത് പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ് ആണ്. എന്താ പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ്? ഇപ്പൊ എനിക്ക് എന്താ പറയുക, ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി എടുക്കാണ്. അങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയാണ് എടുക്കാൻ പോണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട് കുറെ കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കുറെ കാര്യങ്ങൾ ചോദിക്കുന്നതിൽ കൂട്ടത്തില് ഒരു ചോദ്യമാണ് എന്ത്, നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയാ അസുഖമുണ്ടോ ഇപ്പൊ ഓൾറെഡി? അപ്പൊ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയിൽ പങ്കെടുക്കാനല്ലേ പോണത്. ഹെൽത്ത് ആരോഗ്യ ഇൻഷുറൻസ് ആണ്. അപ്പൊ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ പോകുന്ന വ്യക്തി തീർച്ചയായിട്ടും ആ എടുക്കുന്ന സമയത്ത് ആരോഗ്യവാനായിരിക്കണം. ബിക്കോസ് അതെന്താ, ഹെൽത്തി ആയിരിക്കും. കാരണം അങ്ങനെയുള്ളവർക്കാണ് ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി അതാണ്. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നുമല്ല, അത് കുറെ മാറ്റങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഹെൽത്തി ഉള്ള ആളുകളുടെ ഇൻഷുറൻസ് പ്ലാൻ സ്വീകരിച്ചാൽ മാത്രമാണ് അവർക്ക് ബെനിഫിറ്റ് ഉള്ളൂ, ഇൻഷുറൻസ് കമ്പനികൾക്ക്. കാരണം എന്താ, ആള് ഹെൽത്തി ആണല്ലോ, ആൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ പെട്ടെന്നൊന്നും എന്ത് ചെയ്യില്ല, മരണം സംഭവിക്കും അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള കേസുകളോ ഉണ്ടാവില്ല എന്നാണ് ഇൻഷുറൻസ് കമ്പനി അസ്യൂം ചെയ്യുന്നത്. അതേസമയം ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള വലിയ വലിയ മാരകമായ സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് ഇൻഷുറൻസ് കൊടുക്കാൻ എന്താ പറയാ അത്ര എന്താ പറയാ എത്ര നല്ല രീതിയിൽ ഇൻഷുറൻസ് കമ്പനി ഇതാക്കില്ല, ഫോഴ്സ് ചെയ്യില്ല. ബിക്കോസ് കാരണം എന്താ, അവര് ഓൾറെഡി അസുഖക്കാരാണ്. അപ്പൊ എപ്പോ വേണമെങ്കിലും എന്തെങ്കിലും രോഗങ്ങളൊന്നും കുറെ നാളെ ഹോസ്പിറ്റലൈസ്ഡ് ആകാം. അപ്പൊ ഈ ചിലപ്പോൾ ആയിരിക്കണം ഇൻഷുറൻസ് കമ്പനി വരുന്നേ. ഓക്കെ, അപ്പൊ നമ്മൾ അത് ചിന്തിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് ഇൻഷുറൻസ് ഓർ ഹെൽത്ത് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ when we are taking the policy, ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് we are almost ill, നമുക്ക് എന്തെങ്കിലും അസുഖമുണ്ട്. ആ ഒരു ഹെൽത്ത് കണ്ടീഷനെയാണ് നമ്മൾ പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ് എന്ന് വിളിക്കാം. And when such diseases are covered, when we are taking the policy എടുക്കുന്ന സമയത്ത് അത്തരം അസുഖങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് ഉണ്ട് എങ്കിൽ അതിന് ഇൻഷുറൻസ് കവറേജ് തരുന്നതല്ല. ഇപ്പൊ ഉദാഹരണം എന്നോട് ചോദിക്കുകയാണ്. അപ്പൊ എന്നോട് ചോദിക്കുമ്പോ ഞാൻ പറയാം, എനിക്ക് ഇന്ന ഒരു അസുഖമുണ്ട്, ഞാൻ അതിന് മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഓക്കെ, അപ്പൊ ആ രോഗത്തെ അവർ എക്സ്ക്ലൂഡ് ചെയ്യും. ബാക്കിയുള്ള എന്തെങ്കിലും വന്നോട്ടെ, ആ ഒരു കാര്യങ്ങൾ അതിനകത്ത് അവർ മെൻഷൻ ചെയ്ത് വെക്കും. ഓൾറെഡി ഇന്ന ആള് ഇന്ന ഒരു പേഷ്യന്റ് ആണ്, മെഡിസിൻസ് റെഗുലർ ആയിട്ട് കഴിക്കുന്ന ആളാണ്. അപ്പൊ ആ രോഗത്തെ അവർ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ബാക്കി ഇനി എനിക്ക് ഇല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള രോഗത്തിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഇൻഷുറൻസ് കവറേജ് അവർക്ക് തരുള്ളൂ. ക്യാൻ യു ഫോളോ മീ? മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനില്ലെങ്കിൽ അല്ല പറ്റുന്നില്ലെങ്കിൽ ഒന്ന് പറയണം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ എന്റെ ഉദാഹരണം പറഞ്ഞത് അതിനാണ്. നമ്മൾ ഇപ്പൊ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് വി ഷുഡ് ബി ഹെൽത്തി, അതാണ് അതിന്റെ ഒരു ശരി. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് പറയാം എന്താണ്, എല്ലാവരും ഏതെങ്കിലും രീതിയിലൊക്കെ രോഗികളാണ്. ഒരു ഏജ് ഒക്കെ കഴിയുമ്പോൾ, ഒരു ഏജ് ഒന്നും വേണ്ട, കുട്ടികളൊക്കെ തന്നെ. കാരണം നമ്മൾ അങ്ങനെയുള്ള ഒരു എന്താ പറയാ ഒരു ലോകത്തായി ജീവിക്കുന്നത്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പണ്ടുള്ള ആളുകളുടെ പോലെയല്ല, ഇന്ന് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ മാറ്റമുണ്ട്. ഫുഡ് എടുക്കുന്നത് റെഗുലർ അല്ല, എടുക്കുന്ന ഫുഡുകളിൽ തന്നെ എത്രത്തോളം കെമിക്കൽസും മറ്റു കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമ്മൾക്ക് ഒരു ഇച്ചിരിയെങ്കിലും എന്താ പറയാ സമയത്ത് ഫുഡ് കഴിക്കണം എന്നുള്ളതിന് അപ്പൊ നമ്മൾ എന്തിനു വേണമെങ്കിലും ഡിപ്പെൻഡ് ചെയ്യും. ഫാസ്റ്റ് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ വളരെ ബിസിയാണ്. സോ അതനുസരിച്ചിട്ടാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും, അല്ലെ? അപ്പൊ ഓരോ ദിവസവും നമ്മൾ കൂടി വരുമ്പോൾ വി ആർ ബിക്കമിങ് അൺഹെൽത്തി. ദിനം പ്രതി ഈ ഭൂമിയിൽ ഉള്ള ആളുകളും ഓരോ ദിനം പ്രതി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അൺഹെൽത്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹെൽത്തി ആവാനായിട്ട് സാധ്യതകളില്ല. ബിക്കോസ് നമ്മൾ അങ്ങനത്തെ ഒരു സർക്കംസ്റ്റാൻസസിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പ്രത്യേകത. അപ്പൊ വെൻ വി ആർ ഹാവിംഗ് എനി പോളിസി, നമ്മുടെ കയ്യിൽ നമ്മുടെ ഏതെങ്കിലും പോളിസിയിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗമുണ്ടെങ്കിൽ അത്തരം രോഗങ്ങളെ ഇവർ അതിനകത്ത് കവറേജിൽ തരില്ല എന്ന് പറയുന്നത്. ഉദാഹരണം ഇപ്പൊ ഞാൻ പറയുന്നത്, ഓക്കെ എനിക്ക് ക്യാൻസർ ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റേജിലാണ്, ഞാൻ അതിന്റെ മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ആ രോഗത്തെ അവർ അതിൽ നിന്ന് മാറ്റി വയ്ക്കും. കാരണം ആ ഓൾറെഡി ആൾക്ക് ആ എടുക്കുന്ന സമയത്ത് പ്രീ എക്സിസ്റ്റിംഗ് ആണ് ആ ഒരു രോഗം. സോ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷനോ മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കവറേജ് കിട്ടില്ല കേട്ടോ എന്ന് മെൻഷൻ ചെയ്യും. കാരണം എന്താ, അത് വളരെ നഷ്ടമാണ്, ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടമാണ്. ഓക്കെ, ഇനി സം പ്ലാൻസ് ഓൾസോ ഡു നോട്ട് കവർ ഹൈ ബി പി. അതായത് നോക്കിയേ, ചില ഇൻഷുറൻസ് ഉണ്ട് ഹൈ ബി പി, അതായത് വളരെ ബി പി ബ്ലഡ് പ്രഷർ ഒക്കെ കൂടുതലുള്ളവർക്ക്, ഡയബറ്റീസ് ഉള്ളവർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഈ പറഞ്ഞ ഇൻഷുറൻസിന്റെ പോളിസി കവറേജിൽ നിന്നും മാറ്റി നിർത്തും. അതൊന്നും കവറേജിൽ കൊടുക്കില്ല. ഹൈ ബി പി ഒക്കെ ഏത് നിമിഷവും ആദ്യം പറഞ്ഞൊക്കെ വരാം ആൾക്കാർക്ക്, അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്തിട്ട് അത് കവറേജിൽ വരില്ല. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഡയബറ്റീസ്. ഇത് എപ്പോഴും പെട്ടെന്ന് മനുഷ്യർക്ക് വരാൻ സാധിക്കുന്ന ഒരു രോഗങ്ങളാണ്. സോ ദീസ് ഡിസീസസ് ആർ നോട്ട് ഇൻക്ലൂഡ് ഓർ കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പൊ ഇങ്ങനെയുള്ള ചില രോഗങ്ങളും പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രോഗങ്ങളും ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്നില്ല. And ചില കേസസ് ഉണ്ട്, the insurer can provide a duration for such a pre-existing health conditions. ഇനി ചില സമയത്ത് ചില ഇൻഷുറർമാർ, ഇൻഷുറർ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി, the company which provides the insurance, ഇൻഷുറൻസ് കൊടുക്കുന്ന കമ്പനി ഉണ്ടല്ലോ, അവര് ചില എന്താ പറയാ എക്സ്ക്യൂസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്ക്യൂസസ് എന്ന് പറയുന്നത്, ഇപ്പൊ എനിക്ക് ആ രോഗമുണ്ട്, ഇന്ന രോഗം ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ ആ രോഗവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധപ്പെട്ട ചികിത്സകൾ വേണ്ടി വരികയോ ചെയ്യുന്നില്ല എങ്കിൽ ഒരു പ്രത്യേക ഡ്യൂറേഷൻ അതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്ര സമയത്തിനുള്ളിൽ ഓൾറെഡി ഡിസീസസ് ഉണ്ടെങ്കിൽ ആ രോഗത്തിന് ഇൻഷുറൻസ് ഇല്ല എന്ന് ആണ്. അതായത് ആ രോഗത്തിൽ മാത്രം, അല്ലാണ്ട് അങ്ങനെയുള്ളവർക്ക് ഇതല്ലാതല്ല. അത് പറയാണ് വീണ്ടും വീണ്ടും അവിടെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഇത് എല്ലാ ഇൻഷുറൻസ് പദ്ധതിക്കും അല്ല. ചില ഇൻഷുറൻസുകാർ പ്രൊവൈഡ് ചെയ്യും, ചിലത് കൊടുക്കില്ല. ഇതിപ്പോ ഓൾറെഡി എനിക്ക് ഇന്ന രോഗമുണ്ട്, എനിക്ക് തൈറോയിഡ് ഉണ്ട്, ഓക്കെ, തൈറോയിഡുമായി ബന്ധപ്പെട്ട എന്ത് അസുഖങ്ങളും വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ നിങ്ങൾക്ക് അതിന് കവറേജ് കിട്ടില്ല എന്ന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി പറയുകയാണെങ്കിൽ, ചില അഡ്വാൻസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് കുഴപ്പമില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അസുഖം വന്നാലും നിങ്ങൾക്ക് ഇത്ര രൂപ വീതം മെഡിക്കൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതായിരിക്കും. അവർ അങ്ങനെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസിന്റെ കോമൺ നേച്ചേഴ്സിൽ വരുന്ന ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ടും അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതല്ല, എന്നാൽ ചിലവർ കൊടുക്കുന്നില്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല പൂർണ്ണമായിട്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസിന് ചില എക്സ്ക്യൂസ് നമ്മുടെ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ് എക്സ്ക്യൂസ് എന്ന് പറയുമോ? അതിനൊരു ഡ്യൂറേഷൻ കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ പറയാണ്, എനിക്ക് ക്യാൻസർ ഉണ്ട്,
സോ അപ്പൊ അവര് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പറയും സോ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ കവറേജ് കിട്ടില്ല കേട്ടോ. വേറെ എന്തെങ്കിലും അസുഖം വന്നോട്ടെ, എനിക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ആയിക്കോട്ടെ, എന്റെ കയ്യോ കാലോ എവിടെ പോയി വിചാരിക്കും, അവിടെ എനിക്ക് ഇൻഷുറൻസ് കിട്ടും. എനിക്ക് തയ്യാന്നവർ പറയുന്നത് എന്തുകൊണ്ടാണ്, എനിക്ക് ഇങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂ നേരത്തെ ഉണ്ട്, ക്യാൻസർ എന്ന് പറയുന്ന രോഗം എനിക്കുണ്ട്, അപ്പൊ അതുകൊണ്ട് അതിന് കിട്ടില്ല എന്നാണ് പറഞ്ഞുവെങ്കിലും എന്ന് വെച്ചാൽ എനിക്ക് ഒന്നിനും ഇൻഷുറൻസ് കിട്ടില്ല എന്നല്ല, ഞാൻ അതിന്റെ ഇടയ്ക്ക് എവിടെയെല്ലാം പോയി ഉരുള് വീണ് എന്റെ കയ്യോ കാലോ എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേ, ഓക്കെ, അതിന് എനിക്ക് അവിടെ ഇൻഷുറൻസ് തരും. ബിക്കോസ് അത് കവറേജ് ഈ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസിന് മാത്രം കൊടുക്കില്ല ചില പ്ലാൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. വീണ്ടും ഞാൻ പറയണം. ഓക്കെ, ഇനി അങ്ങനെ പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസിന് ഇൻഷുറർ ചിലപ്പോൾ ഒരു ഡ്യൂറേഷൻ പറയും. എന്ന് വെച്ചാൽ ഈ വർഷത്തിനുള്ളിൽ ഇപ്പൊ ആദ്യത്തെ 1-2 വർഷം ഈ ഇൻഷുറൻസ് ഇന്നാണ് എടുത്തത് ഇന്ന് ജൂലൈ 10th ആണ്, ജൂലൈ 10ാം തീയതി എടുക്കുന്നു, അടുത്ത ജൂലൈ 10ാം തീയതി വരെ നിന്റെ നിനക്കുള്ള രോഗം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറയണം എനിക്ക് ക്യാൻസർ ഉണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ജൂലൈ 10 വരെ ആ ഡ്യൂറേഷനിൽ ആ ഒരു വർഷത്തിനുള്ളിൽ അതുമായി ക്യാൻസറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ ചിലപ്പോ ഒന്നും വന്നില്ല എന്ന് വിചാരിക്കും. ആ ഒരു കാര്യം കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, ആ ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ആരോഗ്യം കൊണ്ട് ഒന്നും ഉണ്ടായില്ല, ആശുപത്രി കിടക്കേണ്ടി വരികയോ മറ്റൊന്നും ഉണ്ടായില്ല. നെക്സ്റ്റ് അടുത്ത വർഷം അതായത് ജൂലൈ 2026 എനിക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രോഗം വരികയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇൻഷുറൻസ് കമ്പനി ആ എക്സ്പെൻസ് ബിൽ ചെയ്യും. അതിനൊരു ഡ്യൂറേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നു, ആ ഒരു വെയിറ്റിംഗ് ടൈം എന്ന് വെച്ചാൽ ഇന്നൊരു കാലതാമസത്തില് നമുക്ക് ആ രോഗം നമുക്ക് വന്നിട്ടില്ല. അങ്ങനെ ഒരു സമയം ഡ്യൂറേഷൻ സാധാരണ ഇൻഷുറൻസ് കമ്പനി ചില കൊടുക്കാറുണ്ട്. ആ ഒരു പീരീഡ്, ആ കൊടുക്കുന്ന പീരീഡിനെ നമ്മൾ വിളിക്കുന്ന പേര് വെയിറ്റിംഗ് പീരീഡ് എന്നാണ്. എന്താണ് വെയിറ്റിംഗ് പീരീഡ്? ആ 1 വർഷമായിരിക്കാം, 2 വർഷമായിരിക്കാം. വെയിറ്റിംഗ് പീരീഡ് മേ ബി ഇറ്റ് ക്യാൻ ബി ഡിസൈഡഡ് ബൈ ദ ഇൻഷുറർ. ഇൻഷുറർക്കാണ് അത് ഡിസൈഡ് ചെയ്യാനുള്ള അധികാരമുള്ളത്. ഇൻഷുററാണല്ലോ കൊടുക്കുന്നത്, പൈസ കൊടുക്കണേ, ചെലവുകൾ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇൻഷുറർക്ക് അത് ഡിസൈഡ് ചെയ്യാം എപ്പോഴായിരിക്കും ആ വെയിറ്റിംഗ് പീരീഡ് എന്ന്. ഇറ്റ് ക്യാൻ ബി 12 to 48 months, 12 മാസം മുതൽ 48 മാസം വരെ ഡ്യൂറേഷൻ, ആ ഒരു വെയിറ്റിംഗ് പീരീഡ് ചില ഇൻഷുറൻസ് കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 12 മാസം എന്ന് പറയുമ്പോൾ 1 വർഷമാണ്, 48 മാസം എത്രയായി 4 years ആണ്. അപ്പൊ 4 വർഷം വരെ, 1 വർഷം മുതൽ 4 വർഷം വരെ ഡ്യൂറേഷനിലെ വെയിറ്റിംഗ് പീരീഡ് കൊടുക്കുന്ന പ്ലാനുകളും ഉണ്ട്. മനസ്സിലായോ? A pre-existing health conditions, the waiting period depends on the insurer and can be between 12 to 48 months. എന്നുള്ള സെന്റൻസ് വേഗം അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, പെട്ടെന്ന്. ഓക്കെ, and the last one, ഇനി നമ്മുടെ IRDAI പ്രകാരം വീണ്ടും ഒരു കാര്യം കൂടി നമുക്ക് ഇൻഷുറൻസ് കവറേജിൽ വരില്ല എന്ന് പറയുന്ന മറ്റൊന്നാണ് സെൽഫ് ഹാം. harming our body ourselves, നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ ഉപദ്രവിക്കുന്ന ഒരു രോഗമല്ല അതൊരു കാര്യം. എന്താണത്? ആത്മഹത്യ അല്ലെ, സൂയിസൈഡ് അറ്റംപ്റ്റ്. ചിലപ്പോൾ സൂയിസൈഡ് ഒക്കെ ചെയ്യും. എന്താ പറയുക, ഇപ്പൊ നമ്മള് ഒരു ഇൻഷുറൻസ് എടുത്തു, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു, 5 ലക്ഷം രൂപ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരെ കിട്ടുന്ന പോളിസിയാണ് എന്നൊക്കെ പറഞ്ഞു നമ്മൾ പോയി അത് എടുക്കുന്നു അല്ലെ. 1, 2, 3 മാസമൊക്കെ കഴിഞ്ഞ് വരുമ്പോ നമ്മള് എന്ത് ചെയ്യുന്നു, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നോ ഇനി ഞാൻ ഇൻഷുറൻസ് എടുത്തല്ലോ അതെങ്കിലും കിട്ടി നിങ്ങൾ ആശ്വസിക്കുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, പോയിട്ട് വല്ല ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കിട്ടില്ല, ഇൻഷുറൻസ് കിട്ടില്ല. സെൽഫ് ഹാം, നമ്മുടെ ബോഡിയെ നമ്മൾ തന്നെ നശിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഇഞ്ചുറീസോ മരണമോ ഒന്നും സംഭവിച്ചാലോ ഒന്നും എന്ത് കിട്ടില്ല, അതിന് ഇൻഷുറൻസ് കിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ നമ്മുടെ തന്നെ ബോഡിക്ക് വരുത്തുന്ന ഒരു ഇതാണ് അല്ലെ, ഹാമാണ്, ഒരു ഉപദ്രവമാണ്. അതുകൊണ്ട് തന്നെ അത്തരം മെഡിക്കൽ ഇഷ്യൂസ് ആർ നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ. ഓക്കെ, അപ്പൊ സെൽഫ് ഹാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിനകത്ത് വരാത്ത കുറച്ച് കാര്യങ്ങള്, കുറച്ച് മെഡിക്കൽ അല്ലെങ്കിൽ ഡിസീസസിനെയാണ് IRDAI ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറക്കണ്ട, കോസ്മെറ്റിക് സർജറി, IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, പ്രഗ്നൻസി ആൻഡ് അബോർഷൻ, മിസ്സലേനിയസ് ചാർജസ് ലൈക്ക് രജിസ്ട്രേഷൻ ഫീസ്, അഡ്മിഷൻ ഫീസ്, സർവീസ് ചാർജസ്, ഹെൽത്ത് സപ്ലിമെന്റ്, പ്രോട്ടീൻ പൗഡർ ഷേക്ക് ഓർത്തിരിക്കുക. ഓക്കെ അല്ലെ. പിന്നെന്താ, പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ് ആൻഡ് സെൽഫ് ഹാം. ഈ പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസിലെ ആ മെയിൻ സെന്റൻസ് വെയിറ്റിംഗ് പീരീഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? മതിയില്ലേ? അത്രയും എക്സ്പ്ലെയിൻ ചെയ്താൽ പോരെ ആ ഭാഗം? ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ്, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ പറഞ്ഞ ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിൽ വരില്ല എന്ന് IRDAI
ആയി പറഞ്ഞിരിക്കുന്ന കുറെ ലിസ്റ്റുകളുണ്ട്. അതിൽ എടുത്തു കേട്ട ഒരു പോയിന്റ് ആയിരുന്നു വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് അല്ലെ. വെയിറ്റിംഗ് പീരീഡ്. അപ്പൊ നമ്മൾ ഇനി അവർ പറയുകയാണ് വെയിറ്റിംഗ് പീരീഡിൽ കൺസിഡർ ചെയ്യാത്ത കവർ ചെയ്യാത്ത കുറച്ച് ഡിസീസസിനെ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെയിറ്റിംഗ് പീരീഡ് ഡിസീസസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ്. വെയിറ്റിംഗ് പീരീഡിൽ കവറേജ് കിട്ടാത്ത ഡിസീസസിന്റെ കുറച്ച് ലിസ്റ്റുകളാണ് എന്താ പറയാ നമ്മളുടെ ഇൻഷുറൻസ് കമ്പനി അവിടെ കുറച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ മോസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസിന് പല വെറൈറ്റീസ് ഓഫ് ഡിസീസസ് ആണ് ഓരോ ഇൻഷുറൻസ് കമ്പനിയും ഏറ്റെടുത്ത് ഇതിന് കവറേജ് തരാം ഇതിന് കവറേജ് തരാം എന്നൊക്കെ പറഞ്ഞേക്കണേ. അതേസമയം തന്നെ കവറേജ് ഇല്ലാത്തതും അവര് പറയുന്നുണ്ട്. കുറച്ച് ഫ്യൂ ഇയേഴ്സിൽ 1-2 വർഷം അല്ലെങ്കിൽ 3 വർഷം മാക്സിമം 4 വർഷം വരെ കവറേജ് കിട്ടില്ല എന്നും പറയുന്ന കുറെ ഡിസീസസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഡിസീസസിനെയാണ് നമ്മൾ പറയാൻ വേണ്ടത്. വെയിറ്റിംഗ് പീരീഡിൽ ഡിസീസസ് കവർ ചെയ്യാത്തത് ഏതൊക്കെയാണ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ അൾസർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖമാണ് അൾസർ ഒക്കെ. ആ സാധനം അതിന് കിട്ടില്ല. എനി ഫോംസ് ഓഫ് ഫിസ്റ്റുലയാണ്. അതായത് എന്താ പറയാ ചില ഓപ്പറേഷൻസ് കൊണ്ട് ചില ഇൻഫെക്ഷൻസ് കൊണ്ടൊക്കെ നമ്മളുടെ എന്താ പറയാ ഏതെങ്കിലും 2 ഓർഗൻസ് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഒക്കെ വരിക, ഒരു ഓപ്പണിങ് ഇത് ഇങ്ങനെ തുറന്നിരിക്കുന്ന അങ്ങനത്തെ ഒരു സാധനമൊക്കെ, അങ്ങനത്തെ അസുഖങ്ങൾ എന്തായാലും അത് അറിഞ്ഞാൽ മതി. അപ്പൊ എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല നമുക്ക് കവറേജ് കിട്ടുന്നതല്ല. പിന്നെ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി. ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി. പ്രോസ്റ്റാറ്റിക് എന്താണെന്നൊക്കെ നമ്മള് നേരത്തെ കേട്ടിട്ടുണ്ട്. എന്താ യൂറോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽസിനകത്ത് യൂറോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പരിചയപ്പെട്ടതാണ്. എന്താണ് യൂറോളജി? ഇറ്റ്സ് ദ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ഫോർ മെൻ ഫോർ ദർ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതായത് പുരുഷന്മാരുടെ പ്രത്യുൽപാദന സമ്പ്രദായത്തിൽ ഉണ്ടാകുന്ന പോരായ്മകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അസുഖങ്ങളൊക്കെ എന്താ പറയാ ഒരു പരിധി വരെയൊക്കെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ അതൊക്കെ പരിചരിക്കുകയും ട്രീറ്റൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗം, അതാണ് യൂറോളജി. സ്ത്രീകളുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ളത് ഏതാണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? മറന്നാണ്. മെയിൽസിനുള്ളതാണ് യൂറോളജി. ഫീമെയിലിനോ? ഫീമെയിലിന്റെ മറന്നുപോയി. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് യെസ് ഗൈനക്കോളജി. അതന്നെ. ഓക്കെ. അപ്പൊ ഈ മെയിൽസിന്റെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ അതിനകത്ത് യൂറോളജിയിൽ പറഞ്ഞു പ്രോസ്റ്റേറ്റിക് എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നൊക്കെ കേട്ടോ. അതായത് അതൊരു അവരുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു ഓർഗനാണ്, ഒരു അവയവമാണ്. പുരുഷന്മാരുടെ പ്രത്യുൽപാദന അവയവങ്ങളിൽ പെടുന്ന ഒരു സംഭവമാണ്, ഒരു അവയവമാണ് പ്രോസ്റ്റേറ്റ്. അതിനകത്ത് ഒരു എൻലാർജ്മെന്റ് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ സ്വോളൻ നീർക്കെട്ടൊക്കെ വന്ന് ഇങ്ങനെ വികസിച്ചിട്ട് എൻലാർജ്മെന്റ് പോലെ വന്ന് അതിന്റെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ മുഴുവനും ഇങ്ങനെ ഇതാക്കി കളയുന്ന ഒരു ജാമാക്കി കളയുന്ന ഒരു സംഭവം, അങ്ങനത്തെ ഒരു അസുഖങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബെനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. പിന്നെ ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ്, രണ്ടൊന്നും തന്നെ. ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ് എന്ന് പറഞ്ഞാൽ അറിയാലോ. പിന്നെ ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ്, യൂട്രസ് ബ്ലീഡിങ് വിമനിൽ അതായത് ലേഡീസിലൊക്കെ കാണുന്ന രീതിയിലുള്ള കാര്യമാണ്. അങ്ങനെ കുറെ അത് ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇന്ന് ഒരുപാട് ഒരു എന്താ പറയാ 90% ഓഫ് ലേഡീസും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് യൂട്രസ് ബ്ലീഡിങ് എന്ന് പറയുന്നത്. യൂട്രിൻ ബ്ലീഡിങ് അത് ഇറഗുലർ ആയിട്ട് എന്താ പറയാ പീരിയഡ്സ് ഉണ്ടാവുക. അത് തന്നെയല്ല കുറെ ലോങ് പീരീഡിലേക്ക് തന്നെ എത്ര ദിവസമൊക്കെ ഉണ്ടല്ലോ, പക്ഷെ അതിനേക്കാൾ അപ്പുറം കടന്നു പോകുന്ന ഒരവസ്ഥ ഇതൊക്കെയാണ്. പിന്നെ കാറ്ററാക്ട്സ്. എന്താ കാറ്ററാക്ട്സ്? ഉണ്ടോ? കാറ്ററാക്ട്സ് കേട്ടിട്ടില്ല? ആരും കേട്ടിട്ടില്ല? നിങ്ങൾ ഉറങ്ങണോ? ഉറങ്ങാണോ? ആകെ കുറച്ച് പേരെ ക്ലാസ്സിലുള്ളൂ, 13-15 പേര്. യെസ് തിമിരം. ഇങ്ങോട്ട് വരട്ടെങ്ങള്. യെസ് തിമിരമാണ്. അതെ കാറ്ററാക്ട്സ്. പിന്നെ ഹെർണിയ, അതും ഇത് ഇപ്പൊ ഒരു എന്താ പറയാ ഒരു കോമൺ അസുഖമായിട്ട് ഇങ്ങനെ മാറിയത് ഹെർണിയ അല്ലെ. അഡിക്ഷൻ ട്രീറ്റ്മെന്റ് എന്താ? നമ്മൾ എന്തെങ്കിലും സാധനം ആവശ്യമില്ലാണ്ട് ഉപയോഗിച്ച് നമ്മൾ എന്താ അഡിക്റ്റഡ് ആയിരിക്കും. എന്നിട്ട് പിന്നീട് അതിന്റെ അത് മാറ്റാൻ വേണ്ടി ചികിത്സിക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ അതിന് വേണ്ടിയിട്ടുള്ള ഉദാഹരണം നമ്മൾ അറിയാം, ലിക്കർ, അതായത് മദ്യം, മയക്കുമരുന്ന് പോലെയുള്ള സാധനങ്ങൾ ആളുകൾ ചിലർ ഇങ്ങനെ ഉപയോഗിക്കും. ആദ്യം തുടങ്ങുമ്പോൾ കുഞ്ഞിതായി ഉപയോഗിക്കും, പുകവലി ശീലം അല്ലെ. അപ്പൊ ഇതൊക്കെ കുറച്ചൊക്കെ ആയിരിക്കും ആദ്യം. പിന്നീട് കുറെ കഴിയുമ്പോൾ അത് കിട്ടില്ല എങ്കിൽ ഉണ്ടാകുന്ന ഒരു വിഭ്രാന്തിയിലേക്ക് പോകും. അപ്പൊ എന്ത് ചെയ്യും? അപ്പോഴായിരിക്കും ചിലപ്പോ വീട്ടുകാരും ആൾക്കാരും ഒക്കെ കൂടി അയ്യോ ഇത് മാറ്റിയെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡി അഡിക്ഷൻ സെന്റേഴ്സിലേക്കൊക്കെ കൊണ്ടുപോകും. അവിടെ അഡിക്ഷൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കും. അപ്പൊ അതിനൊക്കെ ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ഒക്കെ നല്ലോണം ചെലവാകും. അതിനൊക്കെ ഇൻഷുറൻസ് ഒന്നും തരണമെന്ന് പറഞ്ഞാൽ
ആ ഒരു പീരീഡിൽ കിട്ടില്ല. ആ ഒരു വെയിറ്റിംഗ് പീരീഡ് അവർ കൺസിഡർ ചെയ്യുന്ന പീരീഡ് 1 വർഷമാകാം, 2 വർഷമാകാം, 3 to 4 വർഷം വരെ വെയിറ്റിംഗ് പീരീഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ഉണ്ടായാൽ അതിനൊന്നും എന്ത് കിട്ടില്ല, ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല. ആൻഡ് ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് ആണ്. ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ പല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ. ഈ പല്ലുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുതൽ കെയർ ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ടീത്ത്. മീൻസ് ഇത് പല്ല് അലൈൻമെന്റുകൾ നടത്തുന്നു അല്ലെ, പല്ലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ റിപ്ലേസ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് നമ്മളുടെ അപ്പിയറൻസിനെ എൻഹാൻസ് ചെയ്യുന്നതാണ് ശരിക്കും ചിലതൊക്കെ. പക്ഷെ ചിലതൊന്നും അതല്ല. ചിലതൊക്കെ വലിയ സുഖങ്ങൾ കൊണ്ട് ഇപ്പൊ തൊട്ട് അതിന് അവര് ഉദാഹരണം ഒരു ബ്രാക്കറ്റ് ഇട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അൺലെസ് ഡെന്റൽ ഇഞ്ചുറി റിസൾട്ട്സ് ഫ്രം ആൻ ആക്സിഡന്റ് കൊണ്ടുണ്ടാകുന്ന ഡെന്റൽ ഇഞ്ചുറി കൂടാതെ, അതല്ലാതെ ബാക്കി ഒന്നിനും ആ വെയിറ്റിംഗ് പീരീഡിൽ കവറേജ് കിട്ടില്ല എന്നാണ്. എന്നാൽ ആ വെയിറ്റിംഗ് പീരീഡിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടായി, നമ്മളുടെ ഈ താടിയിൽ മുഴുവൻ തകർന്നു അല്ലെങ്കിൽ പല്ല് മുഴുവൻ പോയി, അങ്ങനെയുള്ളതിനാണെങ്കിൽ കവറേജ് കിട്ടും. മനസ്സിലായോ? എല്ലാ ഡെന്റൽ ട്രീറ്റ്മെന്റുകളും എന്താ പറയാ ഈ കവറേജ് പീരീഡിൽ ഇൻഷുറൻസ് കിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷെ ബ്രാക്കറ്റിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അൺലെസ് ദ ഡെന്റൽ ഇഞ്ചുറി റിസൾട്ട്സ് ഫ്രം ആൻ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു ആക്സിഡന്റ് മുഖേന ഉണ്ടാകുന്ന ഡെന്റൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഞ്ചുറി ആണെങ്കിൽ അതൊഴികെ എന്ന് പറയുമ്പോൾ അതിന് എപ്പോഴെങ്കിലും കിട്ടും. ഇപ്പൊ ഞാനിപ്പോ ഓൾറെഡി ഒരു ഇൻഷുറൻസ് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ പോയിട്ട് എന്റെ പല്ലൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് അലൈൻ ചെയ്തൊക്കെ ഒന്ന് സുന്ദരിയാകണമെന്ന് വിചാരിച്ചിട്ട് പോയിട്ട് വലിയ എമൗണ്ട് ഒക്കെ കൊടുത്ത് അത് എന്നിട്ട് അതിന്റെ ഇൻഷുറൻസ് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടില്ല. മനസ്സിലായോ? അതേസമയം ഞാനൊരു ആ ഒരു ഡ്യൂറേഷനിൽ തന്നെ എനിക്ക് ഒരു എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി, അപ്പൊ എന്റെ പല്ലിയൊക്കെ ഇവിടെയൊക്കെ ചിലപ്പോൾ മൂക്ക് കുത്തിയൊക്കെ വീണിട്ട് ഇവിടെയൊക്കെ പോയി എന്റെ പല്ലൊക്കെ പോയി വലിയ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ കുറച്ച് കാശൊക്കെ കൂടുതലാണ് ഇൻഷുറൻസ് എടുക്കണം, ചിലപ്പോൾ കിട്ടും, അത് കിട്ടും. Okay, അതാണ് ഉദ്ദേശിക്കുന്നത്. Then the last one, genetic disease or congenital conditions, ജന്മന ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ. അതുപോലെ ജനിതകപരമായിട്ട് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടൊക്കെ വരുമല്ലോ, പരമ്പരാഗതമായിട്ടൊക്കെ വരുന്ന ചില അസുഖങ്ങൾ, അതൊക്കെ ചിലപ്പോൾ മാറ്റാനൊക്കെ വലിയ ഹ്യൂജ് എമൗണ്ട് ഒക്കെ വേണ്ടി വരും. ചിലർക്ക് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഒരു കാലതാമസം കൊടുത്തിട്ടുണ്ടാകും, ഒരു വെയിറ്റിംഗ് പീരീഡ്. ആ വെയിറ്റിംഗ് പീരീഡിനുള്ളിൽ കവറേജ് കിട്ടില്ല. അതിനുശേഷം ഒക്കെ കഴിയുമ്പോൾ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് IRDA പ്രകാരം വെയിറ്റിംഗ് പീരീഡില് ഡിസീസസ് കവർ ചെയ്യാത്തത്. ആ കവർ ചെയ്യാത്ത ഡിസീസസിന്റെ പേരുകൾ നന്നായി ഓർത്തിരിക്കണം, പഠിച്ചു വെക്കണം. ഓക്കെ, ടിക്കറ്റ് വെച്ചേക്കാം അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ വെക്കാം. ഡിസീസസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ് എന്നും പറഞ്ഞിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? എന്താ പറയാ, രോഗങ്ങൾ മതി, വേറെ ഇനി ഇതിനെ കുറെ കൊണ്ടിരിക്കാം, അതൊന്നും തേടിക്കൊണ്ട. നിങ്ങൾക്ക് ഇവിടെ എന്താ നോട്ട് ചെയ്ത് തന്നേക്കണം, അത്രയും മാത്രം നമ്മൾ അറിഞ്ഞിരുന്നു. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ ഹെൽത്ത് ഇൻഷുറൻസിൽ എന്തൊക്കെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ IRDA പ്രകാരം കുറെ അസുഖങ്ങളൊന്നും അല്ലെങ്കിൽ രോഗങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇൻഷുറൻസിന് കവറേജിൽ വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ച് പറഞ്ഞു. വെയിറ്റിംഗ് പീരീഡിന്റെ ആ ഒരു സമയത്ത് ലിസ്റ്റിൽ വരാത്ത ചില ഡിസീസസിനെ നമ്മൾ പരിചയപ്പെട്ടു. ആൻഡ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇനി നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളെ കുറിച്ച് പഠിക്കാം. പലതരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളുണ്ട്, പ്ലാനുകളുണ്ട്. അതിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹോസ്പിറ്റലൈസേഷൻ കവർ. ഹോസ്പിറ്റലൈസേഷൻ മീൻസ് എന്താ? ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന സമയത്ത് അല്ലെ. ഹോസ്പിറ്റലൈസേഷൻ കവർ പ്രൊവൈഡ്സ് ദ ഇൻഷുർ, ദാറ്റ് മീൻസ് ദ പേഴ്സൺ ഹു ഹാസ് ടേക്കൺ ദ ഇൻഷുറൻസ് വിച്ച് പ്രൊവൈഡ്സ് ഓൾ ദ എക്സ്പെൻസസ് അറൈസിംഗ് ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റലൈസേഷൻ ഡ്യൂ ടു എനി ആക്സിഡന്റ് ഓർ ഇൽനസ്. ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റുകളോ രോഗങ്ങളോ ഉണ്ടായി എന്താ പറയുക ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ മെഡിക്കൽ എക്സ്പെൻസുകളും തരാമെന്ന് പറഞ്ഞിട്ടുള്ള കവർ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹോസ്പിറ്റലൈസേഷൻ കവർ. ആർക്ക്? ഇൻഷുർഡിന്. ഇൻഷുർഡ് ആരാ? ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആളാണ് ഇൻഷുറൻസ് കമ്പനിയാണ് ഇൻഷുറർ. ഓക്കെ, അപ്പൊ ഇൻഷുർഡിനോട് പറയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ ആക്സിഡന്റോ വന്നു കഴിഞ്ഞാൽ എല്ലാ മെഡിക്കൽ എക്സ്പെൻസസും എവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആയതിന്റെ അഡ്മിറ്റ് ചെയ്തത് എല്ലാ ചെലവും മീറ്റ് ചെയ്തേക്കാം എന്നുള്ള കവറേജ്, അതിനെയാണ് നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് വിളിക്കുക. ഇത് എന്ന് പറയുന്നത് ഒരു ഇൻഡെമിനിറ്റി കവറാണ്. ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം.
ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? ആൾക്കുണ്ടായ രോഗം അല്ലെങ്കിൽ ആക്സിഡന്റ് മുഖേന കുറെ കാശ് നഷ്ടം വരും, എവിടെ ആശുപത്രി കൊടുക്കണ്ടേ? ആ നഷ്ടത്തിനുള്ള പരിഹാരമായിട്ടാണ് എന്ത് ഹോസ്പിറ്റലൈസേഷൻ കവർ ഉള്ളത്. ആൻഡ് ഓൾസോ ഇറ്റ് മേക്സ് ഓർ ഇറ്റ് എൻഷുവേഴ്സ് മേക്കിംഗ് ഫുഡ് ഫോർ ദ ലോസ്. അതുപോലെ ഉണ്ടാകുന്ന നഷ്ടം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള നഷ്ടം നമ്മളെ എന്താക്കുക, അതൊന്നും നമ്മളെ മേക്കപ്പ് ചെയ്യിക്കുക. ഇപ്പൊ 10,000 രൂപ ഹോസ്പിറ്റലിൽ ചെലവാകുന്നു, അല്ലെങ്കിൽ 15,000 രൂപ ചെലവാകുന്നു. ഇത്തരം ഹെൽത്ത് ഹോസ്പിറ്റലൈസേഷൻ കവർ പോലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളിലൊക്കെ പങ്കെടുക്കുകയും നമുക്ക് എന്ത് കിട്ടും? ആ ഒരു നഷ്ടം നമുക്ക് അവിടെ നിന്ന് തന്നെ നികത്തി കിട്ടും. ആ നഷ്ടം നികത്തുന്നതാണ് ഇൻഡെമിനിറ്റി കവർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ all these expenses which are met at the hospital should be fixed with the details mentioned on the required bills and hospital documents. അപ്പൊ നമുക്ക് എവിടുന്ന ഇതിന്റെ കാശൊക്കെ കിട്ടാൻ ഇൻഷുറൻസ് കമ്പനി തരും. പറയാമോ ഞാൻ ചെയ്തത് എത്ര രൂപ ചെലവായി കേട്ടോ അവിടെ കൊണ്ടടിച്ചോ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടാണ്? അല്ല, ഇറ്റ് വിൽ ബി മെറ്റ് ബേസ്ഡ് ഓൺ മെറ്റ് എന്നാണ്. അവിടെ എങ്ങാണ്ട് ഒരു വാക്ക് തെറ്റിയിട്ടുണ്ട്. ഓൾ ദ എക്സ്പെൻസസ് ആർ മെറ്റ് എന്നാണ് അവിടെ എഴുതിയത്. മെറ്റ് അല്ല, മെറ്റ് മെറ്റ് MET മെറ്റ് എന്നാകാൻ തോന്നുന്നത്. ആ മൂന്നാമത്തെ സെന്റൻസിലെ all the expenses are met based on the details. Okay, അപ്പൊ അവിടുത്തെ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യുന്നത്, മീറ്റിന്റെ ഫസ്റ്റ് ടെൻസ് ആണ് മെറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് പറഞ്ഞേക്കണേ? അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. എന്ത് ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ ആ ചെലവിന്റെ ബില്ലും ഡോക്യുമെന്റും ഒക്കെ പ്രസന്റ് ചെയ്യണം. അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ആ ചെലവുകൾ മീറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. ഇന്ന രൂപയാണ് ഇത്ര രൂപയാണ് നമ്മൾ വാങ്ങോണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിന് തക്കതായ എവിഡൻസ്, ബിൽ ഓർ ഡോക്യുമെന്റ് ഷുഡ് ബി സബ്മിറ്റഡ് ടു ദ ഇൻഷുറർ. ഇൻഷുറർക്ക് ഈ പറഞ്ഞ സാധനമൊക്കെ കൊടുക്കണം. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് കൊടുക്കും. അങ്ങനെയുള്ള ഒരു ഇൻഡെമിനിറ്റി കവർ, അതിനെയാണ് നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് വിളിക്കുക. ബില്ലോ ഡോക്യുമെന്റോ ഇല്ലാതെ എന്തെങ്കിലും ചെലവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യില്ല. ഇത്ര രൂപ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇത്ര രൂപ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ ആ കൊടുത്തതിന് ഒരു എവിഡൻസ് വേണ്ടേ, തെളിവ് വേണ്ടേ? ആ തെളിവ് പ്രൊഡ്യൂസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. അപ്പൊ ഇനി വീണ്ടും പറയുന്നുണ്ട്, വീണ്ടും എടുത്തു പറയാണ്, there are some exclusions and limitations of each coverage. ഓരോ കവറേജിനും അതിൻ്റെതായ പരിമിതികളും അതുപോലെ തന്നെ എക്സ്ക്ലൂഷൻ എന്ന ഒഴിവാക്കലുകളും ഉണ്ട്. മനസ്സിലായോ? അതാണ് ആ ലാസ്റ്റ് സെന്റൻസ് പറഞ്ഞേക്കണേ. അതെല്ലാത്തിലും എടുത്തെടുത്ത് പറയണമെന്നില്ല, പക്ഷെ ഇടയ്ക്കൊക്കെ അവർ പറയുന്നുണ്ട്. ഓക്കെ, എല്ലാ ഇൻഷുറൻസും ഒരുപോലെയല്ല. ചിലതിന് ചിലപ്പോൾ ബില്ലില്ലെങ്കിലും കൊടുക്കുമായിരിക്കും. there are some limitations and exclusions എന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസിൽ ഫസ്റ്റ് വൺ മനസ്സിലായോ? ഹോസ്പിറ്റലൈസേഷൻ കവർ. മനസ്സിലായല്ലോ? യെസ്, മനസ്സിലായി. ഒന്നാമത്തെ സെന്റൻസ് ഹോസ്പിറ്റലൈസേഷൻ കവറിനകത്ത് വരുന്നത് ഹോസ്പിറ്റലൈസേഷൻ കവർ. ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കും, ഡാഷ് കവർ provides the insured a cover for all expenses arising out of hospitalization owing to the treatment needed for accident or illness. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ വീണ്ടും all the expenses are met, MET മെറ്റ് എന്നാക്കിയിട്ടാണ്, based on the details mentioned on required bills and hospital documents. ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. രണ്ടാമത് ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? നിങ്ങളുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. അതിനാണ് മുഖം കാണാൻ പറ്റുള്ളല്ലോ. അടുത്ത ദിവസം ഞാൻ എല്ലാവരോടും ക്യാമറ ഒക്കെ ഓൺ ആക്കി ഇരിക്കാൻ പറയും. പെട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓൺ ആക്കി ഇരിക്കാൻ പറ്റില്ല. ക്ലാസ്സുകളൊക്കെ ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നമുക്കൊന്ന് കാണാം. അടുത്ത ദിവസം ഞാൻ വേണമെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ആക്കിയെന്ന് പറഞ്ഞു നമുക്കൊക്കെ ഒന്ന് കാണണ്ടേ. അടുത്ത് വെച്ച് വേണമല്ലോ. ഇത് നിങ്ങളിവിടെ പെട്ടെന്ന് ഒരു അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവില്ല. എല്ലാവരും ഒക്കെ നമ്മള് ഇങ്ങനെ കാണുന്ന പോലെ ആയിരിക്കില്ലല്ലോ, നേരിട്ട് കാണുമ്പോൾ മറക്കായിട്ട് വരുമല്ലോ. അപ്പൊ ചെറിയ മനസ്സിലാവൂല. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിട്ട് അടുത്ത ദിവസം ഞാൻ പറയുന്നുണ്ടോ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ്സിൽ പറയുമ്പോ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന എക്സ്പ്രഷൻ ഒക്കെ ഒന്ന് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. അത് പക്ഷെ നിവൃത്തിയില്ല, ഹെൽപ്ലെസ് ആണ് ഞാൻ. അതുകൊണ്ടാണ് നമുക്ക് തോന്നാക്കാൻ പറ്റാറ്. നെക്സ്റ്റ് വൺ ഹോസ്പിറ്റൽ ക്യാഷ് കവർ ആണ്. അപ്പൊ അടുത്ത ഹെൽത്ത് ഇൻഷുറൻസിന്റെ മറ്റൊരു ടൈപ്പാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുമ്പോൾ നമ്മളുടെ തൊട്ടുമുകളിൽ നമ്മൾ പറഞ്ഞില്ലേ ഹോസ്പിറ്റലൈസേഷൻ കവർ, അതിനേക്കാളും കുറച്ചുകൂടി the expenses which are not covered under hospitalization cover will be included in this. Hospitalization കവറിനകത്ത് വരാത്ത പലതരത്തിലുള്ള വേറെയും ചെലവുകൾ ഉണ്ടായിരിക്കാം. അത് വരുന്നതാണ് എന്ത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറഞ്ഞ ഒന്നാമത്തെ ടൈപ്പിനകത്ത്
വരാത്ത രീതിയിലുള്ള ചില എക്സ്പെൻസസ് എന്ന് വെച്ചാൽ അതിനകത്ത് കിട്ടാത്ത കവറേജ് മനസ്സിലായി, അങ്ങനെ ഉണ്ടാകുന്ന കുറെ എക്സ്പെൻസ് കൂടി മീറ്റ് ചെയ്യുന്ന തരം കവറേജ് ആണ് ഇതിലുള്ളത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താ പറയാ രോഗിനെ അഡ്മിറ്റ് ചെയ്തു ഉണ്ടാകുന്ന ചെലവുകളാണല്ലോ. അതേസമയം ഇൻസിഡന്റൽ ചാർജസ് മറ്റ് അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ചെലവുകൾ വരാറുണ്ട് വിച്ച് ആർ നോട്ട് ഇൻ മെഡിക്കൽ നേച്ചർ. അതായത് ഒരു നോൺ മെഡിക്കൽ നേച്ചറിലുള്ള നോൺ മെഡിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും അത് നമ്മുടെ ഈ രോഗിക്ക് കൊടുക്കുന്ന ശുശ്രൂഷയുമായിട്ട് മെഡിക്കലുമായിട്ട് ബന്ധമില്ലാത്ത തരത്തിലുള്ള ചെലവ്. ഒന്നുകൂടി എടുത്ത് പറഞ്ഞാൽ അവിടെ എക്സാമ്പിൾ പറയുമ്പോൾ കണ്ടേക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. ഏതാ നോൺ മെഡിക്കൽ എക്സ്പെൻസസിനകത്ത് വരുന്നത് ഏതായിരിക്കാം? അത് തന്നെ നമ്മള് ഈ രോഗിയുടെ അവിടെ വരെ എത്തിക്കാൻ ചിലപ്പോൾ വലിയ എന്താ പറയാ കുറച്ച് ദൂരെയൊക്കെ ആണെങ്കിൽ വലിയ വാഹനമൊക്കെ 10,000 15,000 രൂപ വാടകയ്ക്ക് വണ്ടിയൊക്കെ എടുത്തിട്ട് ചിലപ്പോ അത്രയും ഡിസ്റ്റൻസിൽ ചിലപ്പോൾ രോഗിയെ എത്തിച്ചിട്ടുണ്ടായിരിക്കും. ട്രാവലിംഗ് കൺവെയൻസ് എക്സ്പെൻസ് അല്ലെ, ട്രാവലിംഗ് ചാർജസ് ആയിരിക്കാം. അല്ലെങ്കിലോ ഫുഡ്, അതായത് പോകുന്ന രോഗിക്ക് ചിലപ്പോൾ ഡയറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡയറ്റ് അനുസരിച്ചുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യാനും അതിന് പോലും വൃത്തിയില്ലാത്ത മനുഷ്യരുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. ഓക്കെ, നമ്മൾ ഇങ്ങനെയുള്ള ഇൻഷുറൻസ് ഇക്കണോമിക്സ് ഒക്കെ പഠിക്കുമ്പോൾ കുറച്ച് അസംഷൻസിൽ ബേസ്ഡ് ആണ് ഇതൊക്കെ. കുറെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ സങ്കല്പിക്കണം. ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര റിച്ച് ഹൈ ലെവലിൽ ചിന്തിക്കേണ്ട. കാരണം അവർക്ക് ഹൈ ലെവലിലുള്ള ആളുകൾക്ക് there is no ഇൻഷുറൻസ് കവറേജ് ഇല്ല എങ്കിൽ പോലും they can afford such expenses. അവർക്ക് അതൊക്കെ നിർവഹിക്കാൻ പറ്റും. കാരണം അവരുടെ കയ്യിൽ അതിനനുസരിച്ചുള്ള വരുമാന മാർഗങ്ങൾ അല്ലെങ്കിൽ സ്വത്ത് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ there are people those who cannot afford even the diet plan or the canteen expenses. ഒരു നേരത്തെ ഭക്ഷണം പോലും ക്യാൻറ്റീനിൽ അത് മേടിച്ച് കഴിക്കാനുള്ള അത്രയും പോലും ചെലവുകൾ മീറ്റ് ചെയ്യാൻ പറ്റാത്തവരും നമുക്കിടയിലുണ്ട് എന്ന് ആലോചിക്കാം. അപ്പൊ താഴേക്ക് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ കുറച്ച് നമ്മള് പൊങ്ങി നിന്ന് പഠിക്കരുത്, കുറച്ച് താഴേക്ക് എത്തിച്ച് പഠിക്കണം. ഓക്കെ, മനസ്സിലായോ ഞാൻ പറഞ്ഞത് എന്താണെന്ന്? അപ്പൊ ഇങ്ങനെയുള്ള ചില ഇൻസിഡന്റൽ ചാർജസ് ഓൾസോ വിൽ ബി covered by the health insurance. Such type of insurance is known as hospital cash cover. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് വിളിക്കുക. അപ്പൊ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിന്റെ കവറിൽ വരാത്തതായിട്ടുള്ള ചില എക്സ്പെൻസുകൾ എന്തിലും കൊടുക്കുന്നുണ്ട്, ചില ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. ആ പറഞ്ഞ എക്സാമ്പിൾ പറയുന്നുണ്ട് എക്സ്പെൻസസ് ഡ്യൂ ടു ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം ഹോസ്പിറ്റലിലേക്ക് വരാൻ പോകാനുള്ള ചെലവ്, സ്റ്റേ ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവ്, പിന്നെ സ്പെഷ്യൽ ഡയറ്ററി ഫുഡ് എക്സ്പെൻസ്, സ്പെഷ്യൽ ആയിട്ടുള്ള ഡയറ്റ് വെച്ച് ഫുഡ് വേണ്ടി വരുന്ന ചെലവുകൾ. ക്ലിയർ ആയോ? രണ്ടാമത്തേല് ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഹോസ്പിറ്റൽ ക്യാഷ് കവർ അറ്റൻഡ്സ് ടു ദോസ് എക്സ്പെൻസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവർ. ഹോസ്പിറ്റലൈസേഷന്റെ കവറിൽ കീഴിൽ വരാത്ത കുറെ എക്സ്പെൻസുകളെയാണ് നമ്മൾ ഹോസ്പിറ്റൽ ക്യാഷ് കവറിൽ വരിക എന്ന് പറയുന്നു. ഇനി അതിന്റെ എക്സാമ്പിൾ ഒന്ന് അവർ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഏതൊക്കെയാണ് ചിലപ്പോ ചോദിക്കും. ഹോസ്പിറ്റൽ ക്യാഷ് കവറിന്റെ എക്സാമ്പിൾ കിട്ടിയോ? എന്താ പറയുന്ന ടൈപ്സ് അങ്ങോട്ട് തീർക്കാം വിചാരിച്ചിട്ടാണ്. ഓക്കെ, യെസ്, നെക്സ്റ്റ് വൺ. ഇനി മൂന്നാമത്തെ ടൈപ്പ് നമ്മൾ പഠിക്കാൻ പോകുന്നു ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. ക്രിട്ടിക്കൽ എന്ന വാക്ക് കേട്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും കുറച്ച് ഗൗരവമേറിയതാണ് അല്ലെ. These are the policies which gives benefit for such serious or critical illness. ചില ഗൗരവമേറിയ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചില രോഗങ്ങൾക്ക് വേണ്ടി ബെനിഫിറ്റ് കൊടുക്കുന്ന ഒരുതരം പോളിസീസ് ആണ് നമ്മളുടെ ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ഇൽനെസ് ആണ്, അങ്ങനത്തെ ഉള്ള രോഗങ്ങൾക്കാണ്. എന്താണ് അതിന് എക്സാമ്പിൾ പറയുന്നത്? ഏതാണ് ക്രിട്ടിക്കൽ രോഗങ്ങൾക്ക് ചില എക്സാമ്പിൾസ്? സച്ച് ആസ് ക്യാൻസർ, പാരാലിസിസ്, മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. ഇതിങ്ങനെയൊക്കെ ഉള്ളത് കേട്ടോ. അത് ക്യാൻസറോ അല്ലെങ്കിൽ എന്താ പറയാ പാരാലിസിസ്, മൊത്തത്തിൽ ഇങ്ങനെ തളർന്നൊക്കെ പോകുന്ന ഒരു അങ്ങനെയൊക്കെ രോഗങ്ങളായാലോ. പിന്നെ വരുന്നത് നമ്മളുടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, ഏതെങ്കിലുമൊക്കെ വലിയ അവയവം ഇന്റേണൽ ഓർഗൻസ് ഒക്കെ മാറ്റി വെക്കേണ്ട കരളോ ഹൃദയോ അങ്ങനത്തെ ട്രാൻസ്പ്ലാന്റേഷൻ ഓർഗൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മാത്രമുള്ള ചില പോളിസീസ്, അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി എന്ന് പറയുന്നത്. ആൻഡ് ഇങ്ങനെ ഇതിന് വരുമ്പോ എന്താ പറയാ നമ്മളുടെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ഒന്നും ചിലപ്പോ ഇവർ മീറ്റ് ചെയ്യില്ല. ഇങ്ങനെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വരുന്നതൊന്നും ചില ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നില്ല. അതിന് പകരം ഈ ഒരു പോളിസി മതി ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. കാരണം ഇറ്റ് റിക്വയർസ് പ്രൊലോങ്ഡ് റിക്കവറി. കാരണം എന്താണെന്നറിയോ, ഇങ്ങനെയുള്ളതിനൊക്കെ ചിലപ്പോൾ എല്ലാവരും പോളിസിയിൽ ഉൾപ്പെടുത്തൂല, കവറേജിൽ കൊടുക്കൂല. ഈ ക്യാൻസർ, പാരാലിസിസ്, അതുപോലെ തന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ. കാരണം എന്താ, ഇതിന്റെ റിക്കവറിക്ക് കാലതാമസം എടുക്കും.
ചിലപ്പോൾ വർഷങ്ങളോടെ ചിലപ്പോൾ അതുപോലെ തന്നെ കിടക്കും രോഗിയായിട്ടോ, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നു, അസുഖം മോചിക്കുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു, കുറച്ച് ദിവസം അവിടെ കിടക്കുന്നു, വീണ്ടും ചെലവ്. അപ്പൊ ഓരോ പ്രാവശ്യം ഇങ്ങനത്തെ ഒരുപാട് ട്രീറ്റ്മെന്റുകളും അതുപോലെ കൂടുതൽ ദിവസം ഹോസ്പിറ്റൽ സ്റ്റേയും ഒക്കെ വരുന്ന ഇങ്ങനെയുള്ള ചില അസുഖങ്ങളും പല ഇൻഷുറൻസ് പദ്ധതികളും ഏറ്റെടുത്തില്ല. അതിനുവേണ്ടി പ്രത്യേകമുള്ള ഒരു ഇൻഷുറൻസ് ആണെന്നാണ് ഈ പറഞ്ഞത് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാത്രമല്ല അതിനോടൊപ്പം തന്നെ എന്താ പറയാ ഇതിന്റെ ഒരു ഇൻസിഡന്റൽ ആയിട്ടുള്ള മറ്റ് ചാർജസ്, അഡീഷണൽ ചാർജുകളും ഇതിനകത്ത് കൂടി ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോസിബിൾ ലോസ് ഓഫ് ഇൻകം. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു ആള് രോഗി ക്യാൻസറോ അല്ലെങ്കിൽ ഇതുപോലുള്ള രോഗങ്ങൾ, സീരിയസ് ആയിട്ടുള്ള രോഗം കൊണ്ട് ജോലിക്കൊന്നും പോവാതെ വീട്ടിലായി, അപ്പൊ ആളുടെ വരുമാന നഷ്ടം അല്ലെ, ആള് ജോലിക്ക് പോകണല്ലോ, അപ്പൊ വരുമാനമില്ല, ലോസ് ഒന്നും ഉണ്ടാകുന്ന നഷ്ടം അതിനുള്ള കവറേജ് കൊടുക്കുന്നുണ്ട് ഇതിന്. കൂടാതെ സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ദ ഫാമിലി, ആള് ജോലിക്ക് പോകാത്തതുകൊണ്ട് വീടിന്റെ സ്ട്രക്ചർ ഘടനയൊക്കെ ആകെ മാറി, ആർക്കും വേറെ ആരും ജോലി ചെയ്യുന്നവരായിട്ടില്ല, അപ്പൊ അവരുടെ വീടിന്റെ സ്ഥിതിഗതിയൊക്കെ ആകെ അവതാളത്തിലായി. അങ്ങനെയുള്ളത് അതിനും കൂടി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. അപ്പൊ ക്രിട്ടിക്കൽ ഇൽനെസ് കവറേജ് ഉള്ളത് തുടങ്ങി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇവിടെ തുടങ്ങി ഇവിടെ വരെ ഞാൻ എന്താ പറയുക സെലക്ട് ചെയ്തിട്ടുണ്ട്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. രണ്ടെണ്ണം ഉണ്ട്, എനിക്ക് നോക്കി ഒന്ന് അവിടെ പറഞ്ഞു തീർക്കണം. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, അപ്പൊ ദീർഘകാല സമയമെടുത്ത് റിക്കവർ ചെയ്യുന്ന രോഗങ്ങളൊന്നും ചില ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയിൽ വരുന്നില്ല. എന്നാൽ അത് വരുന്ന ഒരു പദ്ധതിയാണ് ഇത് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. അതിനകത്ത് അഡീഷണൽ കോസ്റ്റ് ഓൾസോ ഇൻക്ലൂഡഡ്, അതായത് ഇൻസിഡന്റ് എക്സ്പെൻസസ്, പിന്നെ പോസിബിൾ ലോസ് ഓഫ് ഇൻകം, പിന്നെ സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ദ ഫാമിലി, ഇതും കൂടി അവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. സം ഗ്രേവ് ഇൽനെസ് നീഡ് പ്രൊലോങ്ഡ് റിക്കവറി which requires additional costs such as incidental expenses, possible loss of income or structural changes in the family വരെ അതും കൂടി അണ്ടർലൈൻ ചെയ്തേക്കാം. മനസ്സിലായല്ലോ എല്ലാവർക്കും? അടുത്ത പോയിന്റ് പറഞ്ഞോട്ടെ. രണ്ട് പോയിന്റ് കൂടെ എടുക്കുള്ളൂ ഞാൻ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല, അത് പറയാനുള്ള സമയം എനിക്ക് തന്നാൽ മതി. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ ഈസ് പേഴ്സണൽ ആക്സിഡന്റ് കവർ. അപ്പൊ അടുത്ത ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഇതിപ്പോ ഓരോ വകഭേദങ്ങളാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന പല രീതിയിലുണ്ട്, അത് ഓരോന്നിനും സ്പെഷ്യലൈസ്ഡ് ആണ്. ഒന്നാമത് ഹോസ്പിറ്റലൈസേഷൻ കവർ, അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിന് മാത്രം. അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചെലവ്, അതിന് ഡോക്യുമെന്റുകളും ബില്ലുകളും പ്രൊവൈഡ് ചെയ്യും, അത്രേ ഉള്ളൂ. രണ്ടാമത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ഈ പറയുന്ന ഹോസ്പിറ്റലൈസേഷൻ ചെലവിന് കൂടാതെ അതിന്റെ അഡീഷണൽ ആയിട്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചെലവുകളും കൂടി മീറ്റ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ട്രാവലിംഗ് എക്സ്പെൻസസ്, സ്റ്റേക്ക് വേണ്ടി വരുന്ന ചെലവ്, ഡയറ്റിന് വേണ്ടി വരുന്ന ഫുഡ് എക്സ്പെൻസസ്, ഇതൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട് അഡീഷണൽ ചെലവുകൾ. അപ്പം അതായത് നോൺ മെഡിക്കൽ നേച്ചർ, ഇത് രോഗിയെ ശുശ്രൂഷിക്കുന്നതുമായി നേരിട്ട് ബന്ധമില്ല ഇതിന്, എന്നുവെച്ചാൽ കറക്റ്റ് ശുശ്രൂഷയുമായിട്ട് ബന്ധമില്ല. എന്താ പറയാ, ഓപ്പറേഷൻ ചെയ്യുന്നു, ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, അതല്ലെങ്കിൽ മറ്റ് ഗുളികകൾ കൊടുക്കുന്നു, ഇതൊക്കെ മെഡിക്കൽ നേച്ചറിലുള്ളതാ. ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നതും അതുപോലെ ആളെ കൊണ്ടുവരുന്നതും പോകുന്നതും ഇതൊന്നും മെഡിക്കൽ നേച്ചറല്ല. അപ്പൊ അങ്ങനെയുള്ള നോൺ മെഡിക്കൽ നേച്ചർ കൂടി ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള കവറാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. മൂന്നാമത്തേത് നമ്മൾ പറഞ്ഞത് ക്രിട്ടിക്കൽ ഇൽനെസ്. ക്രിട്ടിക്കൽ ഇൽനെസ് വെച്ചാൽ ക്യാൻസർ, പാരാലിസിസ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, ഇതുപോലുള്ള രോഗങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന കവർ. അതിനകത്ത് എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള ചില ചെലവ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതെന്താ? പേഴ്സണൽ ആക്സിഡന്റ്. ഇറ്റ് ഈസ് ആൻ ആക്സിഡന്റ് പോളിസി. ഇതെന്താ? ആക്സിഡന്റ് പോളിസിയാണ് വെച്ചാൽ ആക്സിഡന്റ് ഉണ്ടായി മാത്രമേ കൊടുക്കുള്ളൂ ഇതിന്റെ കവറേജ്. ഓക്കെ, അതിന്റെ പേയ്മെന്റ് എപ്പോഴും കൊടുക്കുള്ളൂ? ഓൺലി അറ്റ് ദ ടൈം ഓഫ് ആക്സിഡന്റ്. ആക്സിഡന്റ് ഉണ്ടായിട്ട് ബന്ധപ്പെട്ടുള്ള ചെലവുകൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഇതിന് ആക്സിഡന്റ് ഉണ്ടായി കഴിയുമ്പോൾ എന്താണ്? ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ആളുടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഫ്രാക്ചർ വരുന്നതായിരിക്കാം, ചിലപ്പോൾ കാലോ കയ്യോ നഷ്ടപ്പെട്ടതായിരിക്കാം, വട്ടം കഴിക്കും ബേബി. അതെന്താണോ അതിന്റെ ആ ഒരു എന്താ പറയാ സീരിയസ്നെസ്, എത്രത്തോളം എമൗണ്ട് ഡിസബിലിറ്റി, അതായത് എത്രത്തോളം ആൾക്ക് എന്താ പറയാ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ വയ്യായിക എത്രത്തോളം വന്നിട്ടുണ്ടോ അത്, അല്ലെങ്കിൽ മരണം, അതിന്റെ ആ ഒരു ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ലംസിന്റെ എമൗണ്ട് ആയിട്ടായിരിക്കും കൊടുക്കുക. കുറേശ്ശെ ബിൽ പേയ്മെന്റ് നടക്കുന്ന പോലെയല്ല, ഒറ്റ തുകയായിട്ട്. ആ ഒരു ആക്സിഡന്റിന് അറിയാലോ, നമുക്ക് ആക്സിഡന്റിന്റെ പോളിസി ഒക്കെ ഉള്ളവർക്ക് വല്ല വണ്ടിയൊക്കെ ആയിട്ട് എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ പറ്റിയെങ്കിൽ ഒരു തുകയായിട്ടായിരിക്കും ഇൻഷുറൻസ് കമ്പനി അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ ഹോസ്പിറ്റലിൽ ചെലവ് വന്നതോ അല്ലെങ്കിൽ വണ്ടിക്ക് വന്നതോ അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാവരെയും ഒക്കെ നോക്കിയിട്ട്, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ കാലോരം നഷ്ടപ്പെട്ടോ കയ്യോരം നഷ്ടപ്പെട്ടോ, എത്രത്തോളം ഡിസബിലിറ്റി അല്ലെങ്കിൽ ഡെത്ത്
ആ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി ഇൻഷുറൻസ് കമ്പനി അതിനൊരു എമൗണ്ട് കാണുന്നു, അത് പ്രൊവൈഡ് ചെയ്യുന്നു. എങ്ങനെ? ഒറ്റ തുകയായിട്ട് ലംസം ഹോൾ എമൗണ്ട് ആയിട്ടാണ്. ഓക്കെ, അതൊക്കെ സിമ്പിൾ ആണല്ലോ. പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്നുള്ളത് ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇവിടെ വരെ ഓൺ അക്കൗണ്ട് ഓഫ് ആക്സിഡന്റ് വരെ. പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് തുടങ്ങി ഓൺ അക്കൗണ്ട് ഓഫ് ആക്സിഡന്റ് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ആൻഡ് ദ ലാസ്റ്റ് വൺ, അടുത്തത് ടോപ്പ് അപ്പ് കവറാണ്. ടോപ്പ് അപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ടോപ്പ് അപ്പ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ നമ്മൾ ടോപ്പ് അപ്പ് എന്ന് പറഞ്ഞ വേർഡ് അല്ലെങ്കിൽ ആ ഒരു ഫ്രേസ് പല പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മൊബൈൽ ഫോണുകളൊക്കെ എപ്പോഴും ഇങ്ങനെ വലുതായതും അൺലിമിറ്റഡ് ഡാറ്റാസും അൺലിമിറ്റഡ് കോൾസും ഒക്കെ നമുക്ക് അവൈലബിൾ ആകുന്നത് അത് അടുത്ത കാലഘട്ടങ്ങളിലൊക്കെയാണ്. ഒരു 10 വർഷം മുമ്പൊക്കെ ആണ് ഇത്രയധികം പോപ്പുലറായി. 10-15 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അതിനേക്കാളൊക്കെ മുമ്പ് എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മുടെ കയ്യിൽ കുഞ്ഞു ഫോണായിരിക്കും. അതിൽ നമ്മുടെ കോളിംഗ് ആദ്യം ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും റീചാർജ് ചെയ്യും. അതിന് നമ്മൾ പറഞ്ഞ പേര് ഇതാണ്, ടോപ്പ് അപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ നിലവിലുള്ള പ്ലാനില് നമുക്ക് എന്ത് ചെയ്യാം? ടോപ്പ് അപ്പ് ചെയ്യാം. 10 രൂപയ്ക്ക് ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട്, 20 രൂപയ്ക്ക്, 50 രൂപയ്ക്ക്, 100 രൂപയ്ക്ക് അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ സിമിലാറാണ് ഈ റൂട്ടിംഗ് പോലെ തന്നെ. എന്ന് വെച്ചാൽ നമ്മളുടെ നിലവിലുള്ള ഒരു ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ്, ഒരു ഹോസ്പിറ്റലൈസേഷൻ പോളിസി നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. എന്നാൽ നമ്മളുടെ ആ പോളിസി എന്താ പറയാ, നമ്മളുടെ അതിനകത്തുള്ള എമൗണ്ട്, നമ്മൾക്ക് എന്തെങ്കിലും രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റോ വന്ന് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. ആൻഡ് ദ എമൗണ്ട് വിച്ച് ഈസ് അഷ്വേർഡ്, നമ്മുടെ അതിനകത്ത് ഒരു സം അഷ്യൂർഡ് അവർ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ 1 ലക്ഷം രൂപ നമ്മൾ എടുക്കുന്ന പോളിസിക്ക് ഒരു സം അഷ്വേർഡ് ഉണ്ടെന്ന്. 1 ലക്ഷം എന്നോ LIC പോളിസി ഒക്കെ മിക്കവാറും എല്ലാവരും എടുത്തിട്ടുണ്ടായിരിക്കും. ഒരു വീട്ടിൽ ഒരു LIC എങ്കിലും ഇല്ലാത്തവരും ഉണ്ടായിരിക്കില്ല. അപ്പൊ എന്താ അതിനകത്ത് ഒരു സം അഷ്വേർഡ് എന്ന് പറഞ്ഞ് ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ നോക്കിക്കോ. ആ നമ്മൾ പൈസ അടച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു ബില്ല് റെസിപ്റ്റ് കിട്ടും. അതിന്റെ പൊക്കത്തിൽ നോക്കിയാൽ കാണാം സം അഷ്വേർഡ് 1 lakh എന്നോ 2 lakh എന്നോ 15 lakh എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കണ്ടാവും. എന്ന് വെച്ചാൽ അതിൽ നമുക്ക് അവര് നമ്മളോട് ഓഫർ ചെയ്യുന്ന, നമുക്ക് എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ രോഗമോ വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ നമുക്ക് ഇത്രയും എമൗണ്ട് ഒരു വർഷത്തിൽ കിട്ടും എന്നുള്ളത് അഷ്യൂർ ചെയ്തിരിക്കുന്ന ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഹെൽത്ത് ഇൻഷുറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആൻഡ് അങ്ങനെ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായി, നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി, ഈ സം അഷ്വേർഡിന്റെ എമൗണ്ടിനേക്കാൾ ലിമിറ്റ് കടന്നു എന്ന് വെച്ചാൽ നമുക്ക് അവിടെ വേണ്ടി ചെലവാകുന്ന തുക ഈ സം അഷ്വേർഡ് ഓഫർ ചെയ്തില്ലേ അതിനേക്കാൾ കൂടുതലായി എന്ന് ഇമാജിൻ ചെയ്യും. അപ്പൊ എന്ത് പറ്റും? അത്രയും വരെ കമ്പനി തരാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മളുടെ ആ ചെലവ്, ഹോസ്പിറ്റലൈസേഷൻ ചെലവ് അതിന് കടന്നു, ആ ലിമിറ്റേഷൻ കടന്നു പോയി. Then we have a chance to top up our existing policy. ആ പോളിസിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ടോപ്പ് അപ്പ് ചെയ്യാം. എക്സ്ട്രാ ചാർജ് എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ടോപ്പ് അപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു സൗകര്യം ഈ ഒരു കവറിലുണ്ട്, ടോപ്പ് അപ്പ് കവറിനകത്തുണ്ട്. ക്ലിയർ ആയോ? എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റലൈസേഷൻ കവറിനോടൊപ്പം we can also extend our limit when it gets exhausted. നമ്മുടെ പോളിസിയുടെ എമൗണ്ട് എക്സോസ്റ്റഡ് ആകുകയാണെങ്കിൽ, എക്സോസ്റ്റഡ് ആകുക എന്ന് പറഞ്ഞാൽ തീർന്നു പോകുക, തീർന്നാണെങ്കിൽ ടോപ്പ് അപ്പ് കവർ ടേക്സ് കെയർ ഓഫ് എക്സ്ട്രാ എക്സ്പെൻസസ്. നമുക്ക് അതിനെ ടോപ്പ് അപ്പ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന എക്സ്ട്രാ ചെലവുകളെ നമുക്ക് മീറ്റ് ചെയ്യാനുള്ള ഒരു കൺവീനിയൻസ്, ഒരു സൗകര്യം ഈ ഒരു രീതിക്ക് ഉണ്ട് ടോപ്പ് അപ്പ് കവറിന്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? യെസ്, വെരി ഗുഡ്. അപ്പൊ ടോപ്പ് അപ്പ് കവറിന്റെ ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. എ ടോപ്പ് അപ്പ് കവർ, ഹെൽത്ത് കവർ ഈസ് കൺസിഡർഡ് ആസ് ആൻ എക്സ്റ്റൻഷൻ ഓവർ യുവർ കറന്റ് ഹെൽത്ത് ഹോസ്പിറ്റലൈസേഷൻ പോളിസി. നിലവിലുള്ള നമ്മളുടെ ഹോസ്പിറ്റലൈസേഷൻ പോളിസി അല്ലെങ്കിൽ ഹെൽത്ത് പോളിസിയുടെ ഒപ്പം ഒരു എക്സ്റ്റൻഷൻ കവറാണ്. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ടുള്ളത് കേട്ടോ. ചില ഓക്കെ, ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ in case of, അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ലാസ്റ്റ് സെന്റൻസ്, in case of higher expenses due to illness or accidents when the existing policy sum insured gets exhausted, a top up cover takes care of the extra expenses. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. പേഴ്സണൽ ആക്സിഡന്റ് കവറിൽ ആ ഫസ്റ്റ് സെന്റൻസ് മാത്രം ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ കിട്ടുന്ന, ആക്സിഡന്റ് ഉണ്ടായാൽ മാത്രമേ കിട്ടുള്ളൂ. അതാണ് പേഴ്സണൽ ആക്സിഡന്റ് കവറിന്. വ്യക്തിപരമായി നമുക്ക് ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ മാത്രം കിട്ടുന്ന കവറേജ്, അങ്ങനെയുള്ള പോളിസി, അതിന് മാത്രമേ പോളിസി ഉള്ളൂ. അതാണ് ആക്സിഡന്റ് പോളിസി, പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ?
യെസ്, അപ്പൊ നമ്മളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾ ഇവിടെ വരെ പഠിച്ചാൽ മതി. ഓക്കെ, ഇവിടെ വരെ പഠിക്കാൻ പറ്റുമല്ലോ. ബാക്കിയും കുറച്ചും കൂടി ഉള്ളൂ. ഇനി നമ്മളുടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ചില ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്, RSBY, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന എന്ന് പറയുന്ന ഒരു പോളിസി. അങ്ങനെ 2-3 ഒക്കെ ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. ഓക്കെ, CGHS. ഇങ്ങനെ 4 ഇൻഷുറൻസ് പദ്ധതികൾ നമുക്ക് പരിചയപ്പെടാനുണ്ട്. നമ്മുടെ വരും ആക്സിഡന്റ് എല്ലാം വരും. അങ്ങനത്തെ കുറച്ച് എന്താ പറയാ ഇതും അതുപോലെ തന്നെ ഒരു ബജാജ് അലയൻസ് എങ്ങനെയാണ് അതിന്റെ ഇൻഷുറൻസ് ക്ലെയിം ആളുകളുടെ കയ്യിലേക്ക്, ആ ഒരു ക്ലയന്റിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ഫ്ലോചാർട്ട് പോലെ അതുകൊണ്ട്. അത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. അത് നമ്മൾ ഓൺ ദ വേയിൽ പഠിക്കും. പക്ഷെ ഇപ്പൊ നമുക്ക് തരുന്ന എക്സാംസിന് അവിടെ വരെയുള്ളൂ, ഈ പറയുന്ന എക്സാമിന് കേട്ടോ. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ഒക്കെ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞത് ഇവിടെ വരെയാണ്. അപ്പൊ ഇവിടെ വരെ നിങ്ങൾ നോക്കിയാൽ മതി. ഇന്ന് നമ്മൾ നിർത്തിയോർത്തോളൂ വരെ. ഓക്കെ ആണല്ലോ? എനി ഡൗട്ട്? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇത് കഴിഞ്ഞ് കഴിയുമ്പോ അയ്യോ എവിടെ വരെയാണോ പറഞ്ഞത്, എന്തൊക്കെയാണോ പറഞ്ഞത് എന്നൊക്കെ പറയരുത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നന്നായി വ്യക്തമായി മനസ്സിലായവർ ഒന്ന് നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ടീച്ചർ ഇങ്ങനെയാ പറഞ്ഞത്. ഓക്കെ, സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ചിലപ്പോ ഇനി പരീക്ഷയ്ക്ക് മുമ്പ് കണ്ടില്ലല്ലോ, പരീക്ഷ കഴിഞ്ഞ് നമ്മൾ കാണാം. അന്ന് തിങ്കളാഴ്ച എന്റെ ക്ലാസ് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.